ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സർവസ്തുതിയും അഖിലേശ്വരനല്ലയോ സർവസ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിനേകാധിപനേ പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിനേകാധിപനേ നിയതമാരാധിപ്പു ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടൻ വഴിയിലുമല്ല അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടൻ വഴിയിലുമല്ല ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സർവസ്തുതിയും അഖിലേശ്വരനല്ലയോ സർവസ്തുതിയും അഖിലേശ്വരനല്ലയോ സർവസ്തുതിയും. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി വേങ്ങര ഏരിയ പ്രതിനിധി ഡോക്ടർ യാസിൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർവശക്തനായ ദൈവം തമ്പുരാന് സർവസ്തുതി. ഇവിടെ നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് വളരെ മഹത്തായ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ്. വിവിധ മതസമൂഹങ്ങൾ വിവിധ ആശയങ്ങളെ ആദർശങ്ങളെ പ്രതിനിധീകരിക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങൾ ഒന്നിച്ച് അധിവസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. അതോടൊപ്പം തന്നെ ഈ വ്യത്യസ്ത ആശയക്കാർ വളരെ സൗഹൃദത്തോടുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യം ലോകതലത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. വ്യത്യസ്ത മതക്കാരും വർണ്ണക്കാരും ഭാഷക്കാരും എല്ലാം ഒരുമിച്ച് ഐക്യത്തോടെ ജീവിക്കുന്ന രാജ്യം എന്ന രീതിയിൽ. എന്നാൽ അടുത്ത കാലത്തായി നമുക്കറിയാം, സൗഹൃദത്തോടെ ജീവിക്കുന്ന സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ അവർ പരസ്പരം അകറ്റാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ തിന്മയുടെ ശക്തികളുടെ ഭാഗത്തു നിന്ന് പല രീതിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിൽ പരസ്പരം കൂടുതൽ അടുത്തിടപഴകുവാനും പരസ്പരം കൂടുതൽ സ്നേഹിക്കുവാനും വേണ്ടി വ്യത്യസ്ത ആശയധാരകളിലുള്ളവർ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളത് വളരെ മഹത്തായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിൽ
ഇന്ത്യയിൽ തന്നെ ഒന്നുകൂടി മികച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ. വ്യത്യസ്ത ആശയധാരകളെ, ചിന്താധാരകളെ, മതങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ വളരെ ഐക്യത്തോടും സൗഹൃദത്തോടും കൂടി കഴിഞ്ഞു വരുന്ന ഒരു നാടാണ് നമ്മുടെ സംസ്ഥാനം. ഒന്നുകൂടി നമ്മുടെ ജില്ലയിലേക്ക് വന്നാൽ ആ ഒരു അടുപ്പവും ആ ഒരു സൗഹൃദവും ഒന്നുകൂടി വളരെ ആഴത്തിലുള്ളതും വളരെ വേരുറച്ചതുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമ്മുടെ പാരമ്പര്യമായി നമ്മുടെ തലമുറകൾ നമുക്ക് കൈമാറി വന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനത്തിലൂടെ വ്യത്യസ്ത സമൂഹങ്ങൾ ജീവിച്ചു വരും. വ്യത്യസ്ത സമൂഹങ്ങൾ തമ്മിൽ സൗഹൃദത്തോടെ സമാധാനത്തോടെ ജീവിച്ചു വരുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് അവർ തമ്മിൽ പരസ്പരം അറിയുക എന്നുള്ളതാണ്. മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രൈസ്തവരുണ്ട്, മറ്റു ആശയധാരകളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്, യുക്തിവാദികളുണ്ട്. ഇവർ തമ്മിൽ പരസ്പരം അറിയുവാനും തങ്ങളുടെ ആശയങ്ങളെ പരസ്പരം കൈമാറ്റം ചെയ്യുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ സൗഹൃദത്തോടു കൂടി കൂടുതൽ ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ സൗഹൃദം നിലനിന്നു പോരുക. ഓരോരുത്തരും ഓരോ കമ്പാർട്ട്മെന്റുകളായി, ഓരോ വിഭാഗങ്ങളായി മാറി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്കിടയിൽ ചേരിതിരിവുകൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി കാലങ്ങളായി അതിന്റെ അജണ്ടയിൽ നിരന്തരം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ അർത്ഥത്തിലുള്ള സൗഹൃദ സംഗമങ്ങൾ നടത്തുക എന്നുള്ളത്. അതിന്റെ ചരിത്രത്തിൽ എന്നും ഈ തരത്തിലുള്ള വ്യത്യസ്ത മതക്കാരെ ഉൾച്ചേർത്തുകൊണ്ടുള്ള ആശയ സംവാദത്തിന്റെയും അതുപോലെ തന്നെ സൗഹൃദത്തിൻ്റെതുമായ പരിപാടികൾ നിരന്തരം അത് ക്യാമ്പയിനുകളായും പരിപാടികളായും ഒക്കെ നടത്തി വരുന്നത് കാണുവാൻ സാധിക്കും. ഡയലോഗ് സെന്റർ കേരള എന്ന ഒരു സംവിധാനം തന്നെ അതിന് ഈ അർത്ഥത്തിലുള്ള പരിപാടികൾ ഏകോപിപ്പിക്കുവാനായിട്ടുണ്ട്. ഡയലോഗ് സെന്റർ കേരളയുടെ കീഴിലാണ്, അതിന്റെ വേങ്ങര ചാപ്റ്ററിന്റെ കീഴിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് അല്പനേരം ഇതിന്റെ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ വരൂ, നമുക്കൊരു അല്പനേരം ഒന്നിച്ചിരിക്കാം, മാനവികതയെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ നമുക്ക് പരസ്പരം പറയാം. വ്യത്യസ്ത ചിന്താധാരകളിൽ നിന്നുള്ള ആളുകൾ അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം ആത്യന്തികമായി എല്ലാവരും യഥാർത്ഥത്തിൽ സൗഹൃദത്തിന്റെ സന്ദേശമാണ്. ആളുകളെയും എല്ലാ സഹോദരി സഹോദരന്മാരെയും രക്ഷിതാക്കളെയും പരിപാടിയിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് മാന്യനായ സുലൈമാൻ മാസ്റ്ററെ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായ സുലൈമാൻ മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന ഏറ്റവും ആദരണീയരായ രക്ഷിതാക്കളെ, അമ്മമാരെ, ചേച്ചിമാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വ്യക്തികളെ, വളരെ വളരെ സന്തോഷത്തോടു കൂടി അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ വിവിധ ആശയങ്ങളും വിവിധ ചിന്താഗതികളുമുള്ള മനുഷ്യരെ മനുഷ്യത്വത്തിന്റെ പേരിൽ, മാനവികതയുടെ പേരിൽ ഒരുമിച്ചിരിക്കാനുള്ള വേദികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാം ഒന്നാണ്, ഒരേ രക്തമുള്ളവരാണ്, ഒരേ വായു ശ്വസിക്കുന്നവരാണ്, ഒരുപോലെ ഭക്ഷണം കഴിക്കുന്നവരാണ്, ഒരുപോലെ വസ്ത്രം ധരിക്കുന്നവരാണ്, ഒരുപോലെ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള മനുഷ്യരാണ് നാം എല്ലാവരും. നമുക്കിടയിൽ ഭിന്നിപ്പിൻ്റെതായ പ്രത്യയശാസ്ത്രം നമ്മൾ അനുവദിക്കുകയില്ല. അത്തരത്തിൽ വിവിധ ആശയങ്ങളുള്ള ആളുകളെ ഒരുമിച്ചിരുത്തി സൗഹൃദ സംഭാഷണങ്ങളും സംവാദങ്ങളും നടത്തുന്ന ഡയലോഗ് സെന്റർ കേരളയുടെ വ്യത്യസ്തമാർന്ന പരിപാടികളിൽ ഒരു പരിപാടിയാണ് വലിയോള കൾച്ചറൽ സെന്ററിൽ ഇവിടെ നടക്കുന്നത്. ഇവിടെ സ്വാമി ഗുരുരത്നം അദ്ദേഹം വഴിയിലാണ്. ഇപ്പോൾ നമുക്ക് ആദ്യ പ്രഭാഷണം നടത്തേണ്ടത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ദൂരെ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു പ്രോഗ്രാമിനോട് സമീപിച്ചത്. ഇങ്ങനെ ഒരു വിഷയം സൂചിപ്പിച്ചപ്പോൾ തന്നെ
ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അന്വേഷിക്കുകയും വിഷയത്തെക്കുറിച്ചും സംസാരിക്കേണ്ട ടോപ്പിക്കിനെ കുറിച്ചും ടൈറ്റിലിനെ കുറിച്ചും അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട സമയത്തെ കുറിച്ചൊക്കെ വളരെ സന്തോഷപൂർവ്വം സംസാരിക്കുകയും സമ്മതിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം യാത്ര വളരെ നേരത്തെ പുറപ്പെട്ടതാണ്. എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥയുടെയും റോഡ് ബ്ലോക്കിന്റെയും ഒക്കെ കാരണത്താൽ വൈകുന്നതിൽ സംഘാടകർ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പ്രയാസമുണ്ട്. അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നാലും ഈ ഒരു സംഗമം എല്ലാ അർത്ഥത്തിലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സംഗമമാണ്. എല്ലാവരും ഈശ്വരന്റെ മക്കളാണ്. ദൈവത്തെ മുഴുവൻ, ലോകത്തെ മുഴുവൻ, പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിച്ച് കൊണ്ടു നടക്കുന്ന ഒരു ഈശ്വരനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ അധികവും. വളരെ അപൂർവം ആളുകൾ പക്ഷേ ദൈവത്തെയും പ്രകൃതിയെയും ഒക്കെ വിശ്വസിക്കാതെ പോകുന്നവരുണ്ടാവാം. എന്നാൽ ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തൊക്കെ മഹാഭൂരിപക്ഷം ആളുകളും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവം എന്ന ഒരു ശക്തി ഉണ്ടെന്നും ആ ദൈവമാണ് മനുഷ്യരെല്ലാവരെയും അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു തരുന്നത് ദൈവമാണെന്നും ആ ദൈവത്തെ വണങ്ങിയാണ്, ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ അധികവും. ആ ഒരർത്ഥത്തിൽ ദൈവത്തിന്റെ എല്ലാവിധ കടാക്ഷങ്ങളും ഈ ഒരു സദസ്സിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, വേദങ്ങളും ദർശനങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ധാരാളമായിട്ട് ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ തന്നെ അണിഞ്ഞു ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എല്ലാ ദർശനങ്ങളും എല്ലാ ഉപനിഷത്തുകളും മനുഷ്യന്റെ നന്മയാണ് പ്രതീക്ഷിക്കുന്നതും നന്മയാണ് ആഗ്രഹിക്കുന്നതും. പലപ്പോഴും ആലോചിക്കാറുണ്ട്, വേദങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനും വായിക്കാനൊക്കെ തയ്യാറാവുമ്പോൾ ഈ വേദങ്ങളും ദർശനങ്ങളും വേദഗ്രന്ഥങ്ങളും ഒക്കെ മുഴുവൻ മനുഷ്യരും വായിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. വേദത്തെ കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ മഹത്തായ ഒരുപാട് ആശയങ്ങളാണ് എല്ലാ വേദങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം ഉള്ളത്. എല്ലാം ഒരുപോലെ അല്ലെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ മഹാനായ ഒരു ദാർശനികനായ ഒരു സ്നേഹത്തിന്റെ കവിയുണ്ട് ഇക്ബാൽ. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മതവും പരസ്പരം വൈരം വെച്ച് പുലർത്താൻ പഠിപ്പിക്കുന്നില്ല എന്നതാണ്. മതവിശ്വാസമുള്ള ആളുകൾ പരസ്പരം വൈരം വെച്ച് പുലർത്തുക സാധ്യമേയല്ല. എന്നാൽ നമുക്കറിയാം, മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ ആരോടെങ്കിലും വിദ്വേഷം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത്തരം വിദ്വേഷങ്ങളൊക്കെ നമ്മുടെ മനസ്സുകളിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതാണെന്നാണ് എല്ലാ ദർശനങ്ങളും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാനവികതയുടെ വർത്തമാനം വേദങ്ങളിലൂടെയാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളത്. വേദങ്ങൾ ഒരു വിശാലമായ ലോകമാണ്, സാഗരമാണ്. ആ വേദങ്ങളിൽ നിന്ന് സ്വാമിജിയുടെ നാവിൽ നിന്നും അതുപോലെ GK-യുടെ നാവിൽ നിന്നും നമുക്ക് ധാരാളമായിട്ട് കേൾക്കേണ്ടതുണ്ട്. എല്ലാ ദർശനങ്ങളും മാനവികതയിലൂടെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടത്, അല്ലെങ്കിൽ അത് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാനവികതയാണ്. എല്ലാ മനുഷ്യരും ഒന്നാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമുക്കറിയാം. ലോകത്തിന് മുഴുവൻ സുഖം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് ദർശനങ്ങൾ, വേദങ്ങൾ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. ആ ഒരർത്ഥത്തിൽ ഇവിടെ സന്തോഷകരമായ, സൗഹാർദ്ദപരമായ, ആനന്ദകരമായ, സമാധാനപൂർണമായ ഒരു ലോകവും ഒരു സമൂഹവും ഉണ്ടാകേണ്ടതുണ്ട്. അതിലേക്കുള്ള ഒരു ചെറിയ പ്രവർത്തനമാണ്, ഒരു എളിയ പ്രവർത്തനമാണ് ഡയലോഗ് സെന്റർ കേരളയുടെ കീഴിൽ ഇവിടെ നടക്കുന്നത്. ആദ്യ പ്രഭാഷണം നടത്തേണ്ട അദ്ദേഹമായിരുന്നെങ്കിലും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്തത് കൊണ്ട് ഡയലോഗ് സെന്റർ കേരളയുടെ പ്രതിനിധി ബഹുമാനനായ GK എടത്തുനാട്ടുകാരായാണ് മാനവികതയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ നമ്മോട് സംവദിക്കുന്നത്. തുടർന്ന് അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സദസ്യർക്ക് അന്വേഷണങ്ങൾക്കുള്ള അവസരം ഉണ്ടാവും, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാവും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സമയത്തിന്റെ ലഭ്യതക്കനുസരിച്ച് അത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. കൂടാതെ ഈ സംഘാടകർ നിങ്ങൾക്ക് ഭക്ഷണവും കരുതിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പിരിഞ്ഞു പോകാവൂ എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ മാനവികതയുടെ വർത്തമാനം എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി GK എടത്തുനാട്ടുകാരെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സുഖവും സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അധ്യക്ഷ പ്രഭാഷണം നടത്തിയ ജനാബ് സുലൈമാൻ മാസ്റ്റർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി ഡയലോഗ് സെന്റർ കേരളയുടെ പ്രതിനിധി ജനാബ് GK എടത്തനാടുകരയെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ആദരണീയരായ സഹോദരങ്ങളെ സ്മരിക്കുന്നു. വളരെ സന്തോഷകരമായ ആനന്ദകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. മാനവികതയുടെ വർത്തമാനം ഇവിടെ പറഞ്ഞു തുടങ്ങേണ്ടിയിരുന്നത് നമ്മുടെ സ്വാമിജിയായിരുന്നു. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ലാത്തതിലാണ് ആ വർത്തമാനം തുടക്കത്തിൽ പറയാൻ അവസരം വന്നതാണ്. സ്വാമിജി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന പല സ്വഭാവത്തിൽ വ്യത്യസ്തമായ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളുടെ വശങ്ങൾ കേട്ടിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ മനോഹരമായി നമ്മുടെ മനസ്സിലെയും മസ്തിഷ്കത്തെയും ഒക്കെ ഉണർത്തുന്ന വിധത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് അതൊന്ന് കേൾക്കണം എന്നുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പരിപാടിക്ക് നാം എല്ലാവർക്കും നേരെ ഒന്ന് കേൾക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതല്ല ഇതിനു മുമ്പും ചില ഓൺലൈൻ പരിപാടികളിൽ സ്വാമിജിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ വർത്തമാനം നേരിട്ട് കേൾക്കാൻ അവസരം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതാണ് മാനവികത. ഈ മാനവികത ഒരു വിഷയമാക്കേണ്ടി വരുന്നത് മനുഷ്യനിൽ നിന്ന് അതല്ലാത്തതും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഓരോ സൃഷ്ടികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഓരോന്നുണ്ട്. തെങ്ങിൽ നിന്ന് തേങ്ങ പ്രതീക്ഷിക്കുന്നത് പോലെ, മാവിൽ നിന്ന് മാങ്ങ പ്രതീക്ഷിക്കുന്നത് പോലെ ഓരോ സൃഷ്ടികൾക്കും ചില ധർമ്മങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്. ആ അർത്ഥത്തിൽ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മനുഷ്യത്വം, മാനവികത, മനുഷ്യപ്പറ്റ് എന്നൊക്കെ പറയുന്നത്. മറ്റ് സൃഷ്ടിജാലങ്ങളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് ലഭിക്കാറുള്ളത്. പക്ഷെ മനുഷ്യരിൽ നിന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് മാനവികത എന്ന് പറയുന്ന, അതായത് മനുഷ്യനിൽ നിന്ന് എന്താണോ ഉണ്ടാവേണ്ടത്, എന്താണോ സമൂഹത്തിന് ലഭിക്കുന്നത്, അത് സംബന്ധമായ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് അത് സംബന്ധമായ ബോധവൽക്കരണം മനുഷ്യർക്കിടയിൽ ആവശ്യമായി വരുന്നത് മനുഷ്യരിൽ നിന്ന് അതല്ലാത്ത ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇതിന് കാരണം
മനുഷ്യന്റെ പ്രകൃതം തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചാൽ അത്ഭുതകരമായ പല സവിശേഷതകളും മനുഷ്യനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഭൂമിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഭാഗമാണ് മനുഷ്യനെന്നാണ് തോന്നുന്നത്. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തേനീച്ച കൂടുണ്ടാക്കിയത്, മനുഷ്യൻ വീടുണ്ടാക്കിയത് താരതമ്യം ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലാവും മനുഷ്യനുണ്ടാക്കുന്ന മാറ്റത്തെ കുറിച്ച്. ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുലി യാത്ര ചെയ്തിരുന്നതും മനുഷ്യൻ യാത്ര ചെയ്തിരുന്നതും ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ടത് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും, മനുഷ്യൻ എന്ന് പറയുന്നത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. മറ്റൊരു ജീവജാലങ്ങൾക്കും അങ്ങനെ ഒരു പുരോഗമിക്കൽ എന്നൊന്നില്ല. മനുഷ്യൻ പക്ഷേ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യന്റെ പുരോഗതി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. എല്ലാവരും പുരോഗതി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് എന്തോ നമുക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളാണ്. മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്തോ, അതാണ് ഈ മാനവികത എന്ന് പറയുന്നത്. അത് മനുഷ്യനിങ്ങനെ പുരോഗമിച്ച് എത്രത്തോളം പുരോഗമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരോഗമിച്ച് അമേരിക്കയിലേക്ക് അകലം കുറഞ്ഞു പോയി. പക്ഷെ അയൽവീട്ടിലേക്കോ അകലം കൂടിപ്പോയി. ഈ നഷ്ടമാണ് യഥാർത്ഥത്തിൽ മാനവികത എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഭൗതികതയിൽ പുരോഗതിയും മാനവികതയിൽ അധോഗതിയും. ഇതാണ് മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഈ മാനവികതയുടെ വീണ്ടെടുപ്പ് കാലത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ്. ഈ വിഷയം യഥാർത്ഥത്തിൽ ഒരു ചെറിയ വിഷയമല്ല, വളരെ ഗൗരവത്തിൽ വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിന്റെ കാരണം അറിവില്ലായ്മയല്ലെന്ന് ഉറപ്പാണ്. ഈ പത്രങ്ങളിലൊക്കെ വരുന്ന ചില വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഈ അക്ഷരത്തെറ്റ് സംഭവിക്കുന്നതാണെന്ന് തോന്നുന്ന വിധത്തിലാണ് ചില വാർത്തകൾ വരാറുള്ളത്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാല് 2 ആഴ്ച മുമ്പ്, കഴിഞ്ഞ ആഴ്ചയാവുമ്പോൾ അറിയില്ല, 2.5 വയസ്സുകാരിയെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് ഇത്. 2.5 വയസ്സുകാരി പേടിപ്പിക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കാം. മനുഷ്യനെ പേടിപ്പിക്കുന്ന കുട്ടിയാണ്. 2.5 വയസ്സുകാരെ പേടിപ്പിച്ചു. പക്ഷെ പത്രവാർത്ത അങ്ങനെയാണ്. പത്രത്തിലെ വാർത്ത 2.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരുന്നു. 2 ആഴ്ച മുമ്പാണ്, 2 ആഴ്ച മുമ്പാണ്, ഈ ആഴ്ചയിലാണ് കണ്ടതാണ്. അധ്യാപകൻ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു പത്രവാർത്തയല്ല, അതൊരു അധ്യാപകന്റെ ധർമ്മമാണ്. പക്ഷെ പത്രത്തിലേക്ക് അത് വരുന്നതോടുകൂടി ഒരു അക്ഷരത്തെറ്റ് പോലെ കാണാൻ പറ്റും. അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. ഇവിടെ ഒരു അക്ഷരത്തെറ്റ് സംഭവിക്കുന്നു. ഡോക്ടർ രോഗിയുടെ വൃക്ക മാറ്റിവെച്ചു എന്ന് പറയുന്നത് അതൊരു ഡോക്ടറുടെ ധർമ്മമാണ്. പക്ഷെ പത്രത്തിലേക്ക് വരുമ്പോൾ ഡോക്ടർ രോഗിയുടെ വൃക്ക അടിച്ചു മാറ്റിയിരുന്നു. ഈ പറയുന്ന അക്ഷരത്തെറ്റെന്ന് തോന്നും വിധം വരാനുള്ള കാരണം പത്രത്തിൽ യഥാർത്ഥത്തിൽ അക്ഷരത്തെറ്റ് വന്നതല്ലല്ലോ. ഇത് ഇവിടുത്തെ അക്ഷരത്തെറ്റിന്റെ അനന്തരഫലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതകഥയിലെ അക്ഷരത്തെറ്റ് ആണ് യഥാർത്ഥത്തിൽ അക്ഷരത്തെറ്റെന്നോണം നമുക്ക് തോന്നുന്ന വിധം വാർത്തകളായിട്ട് വരാനുള്ള കാരണം. ഇത് അറിവില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതല്ലല്ലോ. അറിവ് വിതരണം ചെയ്യുന്നവരാണ് അധ്യാപകൻ. രോഗിയുടെ വൃക്ക മോഷ്ടിച്ചെടുക്കുന്ന ഒരു ഡോക്ടർ അറിവില്ലാത്തവരല്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തത് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമുക്ക് മാനവികതയെ കുറിച്ച് പറയേണ്ടി വരുന്നത്.
അപ്പൊ ഇത് അറിവില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതല്ല. അപ്പോൾ പിന്നെ എന്തിന്റെ കുറവാണ്, എന്തിന്റെ അഭാവമാണ് മനുഷ്യൻ നേരിടുന്നത്? ഇത് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അറിവിന്റെ കുറവല്ല, അതിനപ്പുറത്ത് മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തിരിച്ചറിവിന്റെ കുറവ്. അറിവിനപ്പുറത്ത് മനുഷ്യന് ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നുണ്ട്. തിരിച്ചറിവിന്റെ അഭാവത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര വിജ്ഞാനമുണ്ടെങ്കിലും മനുഷ്യനിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതല്ലാത്തത് അവരിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. സാധാരണ പറയാറുണ്ട്, അറിവുള്ളവൻ അല്ലെ, അറിവില്ലാത്തവൻ തേങ്ങ മോഷ്ടിക്കുമ്പോൾ അറിവുള്ളവൻ തെങ്ങിൻ തോപ്പുകൾ മോഷ്ടിക്കുന്നതാണ്. അറിവ് കൂടുമ്പോൾ സംഭവിക്കുന്നത് മോഷണത്തിന്റെ വ്യാപ്തി കൂടുന്നു. ഇന്ന് ആ മോഷണം എവിടെ എത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യങ്ങളെ തന്നെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, മോഷ്ടിച്ച് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അല്ലെ, രാജ്യങ്ങളെ തന്നെ മോഷ്ടിക്കുന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ മാനവികതയുടെ ചർച്ച പ്രസക്തമാകുന്നത്. ഇത് ഒരു ഭാഗത്ത് ഈ അർത്ഥത്തിൽ മനുഷ്യ സമൂഹം അറിവുണ്ടായിട്ട് അരുതായ്മകൾ ചെയ്തുകൊണ്ട് പോകുന്നതിനിടയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഭയാനകമായ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ പരസ്പരം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പരസ്പരം പല പല കാരണങ്ങളാൽ അകന്നുകൊണ്ടേയിരിക്കും. അടുക്കാനുള്ള സാധ്യതകൾ കൂടിയിട്ടുണ്ട്. മുമ്പത്തെ പോലെ ഒരാളുമായിട്ട് ഇടപഴകണമെങ്കിൽ വലിയ റിസ്ക് ഇല്ലെന്ന്, വളരെ സൗകര്യങ്ങളുണ്ട്, ഭൗതികമായ സാഹചര്യങ്ങളിൽ വളരെ കൂടുതലാണ്. പക്ഷെ എന്നാൽ പോലും അകലങ്ങൾ കൂടിക്കൂടി ചില അകലങ്ങൾ ശത്രുതയായി അങ്ങനെ അതിഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതുകൊണ്ടായിരിക്കാം റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിന്റെ ഒരു വരിയിൽ പറയുന്നുണ്ട്, ഞാനും ഗോവിന്ദൻകുട്ടിയും ഒറ്റ രാത്രി കൊണ്ട് 2 രാഷ്ട്രങ്ങളായി മാറിയെന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉൾക്കൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ, ഇന്നത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ കൃത്യമായി പറയുന്നുണ്ട്. ഞാനും ഗോവിന്ദൻകുട്ടിയും ഒരൊറ്റ രാത്രി കൊണ്ട് 2 രാഷ്ട്രങ്ങളായി മാറി എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ മനുഷ്യൻ സാമുദായികമായി, ജാതീയമായി, വിഭാഗീയമായി അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇത് പക്ഷെ മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് മാനവികതയെ കുറിച്ച് നമുക്ക് പറയുന്നത്. മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അവനിൽ നിന്ന് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിക്കുന്നതും എന്തുകൊണ്ടാണ്? ഇത് വിശകലനം ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മാനവികതയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, വേദങ്ങളും പ്രമാണങ്ങളും ഒക്കെ എടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ മാനവികതയെ കുറിച്ച് ധാരാളമായി പറയുന്നുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാമിജി ചില വർത്തമാനങ്ങൾ ഇവിടെ പറയേണ്ടതായിരുന്നു ആദ്യമായി. അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതേസമയത്ത് മുഹമ്മദ് നബി ഒരു സന്ദർഭത്തിൽ പറഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിയോഗ ലക്ഷ്യത്തെ കുറിച്ച് തന്നെ പറഞ്ഞത്, മാനവികതയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. ഇത് എല്ലാ പ്രവാചകന്മാരുടെയും നിയോഗ ലക്ഷ്യം മാനവികതയുടെ പൂർത്തീകരണം. അത് പ്രമാണങ്ങളിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ മാനവികതയുടെ പൂർത്തീകരണത്തിന് മനുഷ്യർക്കിടയിൽ പ്രവാചകന്മാർ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ആവശ്യം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ശരിക്കും വിശകലനം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പക്ഷിമൃഗാദികൾ, സസ്യലതാദികൾ, അവയൊക്കെ എന്താണോ അവയിൽ അർപ്പിതമായിട്ടുള്ള ധർമ്മം അതാണ്. അവയിൽ നിന്ന് എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ലഭിക്കുന്നു. അവയുടെ പ്രകൃതം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവയ്ക്കിടയിൽ പ്രവാചകന്മാരുടെ ആവശ്യം യഥാർത്ഥത്തിൽ വേദഗ്രന്ഥങ്ങളുടെ ആവശ്യം മറ്റ്
ജീവജാലങ്ങളെ അപേക്ഷിച്ചില്ല. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ അവയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവയുടെ ധർമ്മം എന്താണെന്ന് നിശ്ചയിച്ചു വെച്ചതായിട്ട് കാണുന്നില്ല. മനുഷ്യൻ പക്ഷേ അങ്ങനെയല്ല. മനുഷ്യനെ സംബന്ധിച്ച് പക്ഷിമൃഗാദികൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് ഉന്നതനായ മറ്റുള്ളതിന്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന പക്ഷിമൃഗാദികൾ നമ്മൾ നോക്കി കാണാൻ പറ്റുന്നു. ഈ കാട്ടിലും കടലിലും കരയിലും ഒക്കെ ആയിട്ട് ധാരാളം ജീവജാലങ്ങളുണ്ട്. കടലിലുള്ള ഒരു ജീവിയും അല്ലെങ്കിൽ കടൽ ജീവികൾ കരയിലേക്കോ കാട്ടിലേക്കോ കയറി ആധിപത്യം നേടാൻ ശ്രമിച്ചിട്ടില്ല. അവയ്ക്കതിന് കഴിയില്ല. കാട്ടിലെ ജീവികൾ കരയിൽ കടന്നിട്ടും കടലിലേക്ക് ഇറങ്ങിയിട്ടും ആധിപത്യം നേടാൻ ശ്രമിച്ചിട്ടില്ല. അവയ്ക്കതിന് കഴിയില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. കരയിൽ നിന്ന് അവന്റെ താമസ ഇടത്തിൽ നിന്ന് കാട്ടിലേക്ക് കയറി ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. കടലിൽ ഇറങ്ങി ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഒരു മനുഷ്യന്റെ കഴിവ് അപാരമാണ്. ആന മുതൽ തിമിംഗലം വരെയുള്ള വൻജീവികളെ അടക്കി ഭരിക്കുന്ന, ആകാശത്തേക്ക് തല ഉയർത്തി നടക്കുന്ന ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയാവുന്ന ഒരു വിഭാഗമാണ് മനുഷ്യൻ. പക്ഷെ ഈ മനുഷ്യന്റെ പരിമിതി ആലോചിച്ചാൽ നമുക്ക് ചിലപ്പോൾ ചിരി വന്നു. മനുഷ്യന്റെ പരിമിതിയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു മർമ്മം എന്ന് പറയുന്നത്. ഈ പരിമിതി പരിഹരിക്കലാണ് മാനവികതയെ ചേർത്ത് വെക്കാനുള്ള പരിഹാരം എന്ന് പറയുന്നത്. എന്താണ് മനുഷ്യന്റെ പരിമിതി? ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞ് അതിന്റെ അന്നം തേടി അല്പസമയം കഴിയുമ്പോൾ അതിന്റെ മാതാവിന്റെ അകത്തിലേക്ക് പോകുന്നത് കാണും. ഒരാൾ പ്രസവിച്ചാൽ അതിന്റെ കുഞ്ഞ് അല്പം കഴിയുമ്പോൾ അതിന്റെ അന്നം തേടി പോകുന്നത് കാണാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യ സംഭവം പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞ് വാ വിട്ട് നിലവിളിക്കുക എന്നല്ലാതെ ഒരടി അനങ്ങാൻ സാധ്യമല്ല. ആ സന്ദർഭത്തിൽ മാതാവ് എടുത്ത് മാറോട് ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ് അതിന്റെ അന്നം നുകരാൻ അതിന് സാധ്യമാവുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു പൂച്ചക്കുട്ടിക്ക് പോയില്ല എന്നുള്ള കഴിവ് പോലും ഒരു മനുഷ്യക്കുട്ടിക്കില്ല. ഈ ഒരു കുറവ് മനുഷ്യനില്ല. ആ സന്ദർഭത്തിൽ ഒരു കൈത്താൻ ആവശ്യമുണ്ട് മനുഷ്യൻ. ജീവജാലങ്ങൾക്ക് വേണ്ടാത്ത ഒരു കൈത്താന് തുടക്കം മുതൽ തന്നെ മനുഷ്യൻ ആവശ്യമുണ്ട്. ഇനി ഇവിടെ മാത്രമല്ല, ജീവിതത്തിലേക്ക് ഇങ്ങനെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. മറ്റ് ജീവജാലങ്ങൾ നമ്മൾ നോക്കുക, മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ഒരു കോഴിക്കുഞ്ഞിനെ ധാന്യമണയും മണൽത്തരിയും തിരിച്ചറിയുന്നു. ഓരോ ജീവജാലങ്ങൾ നോക്കുന്ന അവയുടെ അന്നം ഏതാണെന്ന് അവർക്കറിയാം. ഹറാം ഹലാൽ എന്നൊക്കെ നമ്മൾ പറയാം, അനുവദനീയവും നിഷിദ്ധവും എന്നൊക്കെ പറയാം. മറ്റ് ജീവജാലങ്ങളെ സംബന്ധിച്ച് അവയ്ക്ക് അതറിയാം. എന്നാൽ മനുഷ്യന്റെ കാര്യം എങ്ങനെ? കുട്ടികളിങ്ങനെ വളർന്നു വരുമ്പോൾ മുട്ടിലഴിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ രക്ഷിതാക്കളുടെ കണ്ണ് തെറ്റിയാൽ ചിലപ്പോൾ സ്വന്തം മലവും വാരി വീഴും. മനുഷ്യക്കുട്ടിക്ക് ഒരു പട്ടിക്കുട്ടി ചെയ്യാത്ത പണി മനുഷ്യക്കുട്ടി ചെയ്യും. ഇതാണ് മനുഷ്യന്റെ പ്രശ്നം. ആ സന്ദർഭത്തിൽ മനുഷ്യക്കുട്ടിയോട് പറയണമെന്ന് അരുത് എന്ന് പറയണം. ഈ അരുത് എന്ന് പറയൽ ജീവിതത്തിലുടനീളം മനുഷ്യന് ആവശ്യമാണ്. കാരണം മനുഷ്യ ജീവിതത്തിന്റെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഈ ഒരു അവസ്ഥകൾ അനുവദനീയവും അതുപോലെ തന്നെ അനുവദനീയമല്ലാത്തത് എന്ന് പറയുന്ന ഒന്ന് മനുഷ്യ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ട്. അതേതൊക്കെയാണ് അവരെ നിർണയിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇത് നിർണയിച്ചു കൊടുക്കുമ്പോഴാണ് മനുഷ്യനിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതുണ്ടാവുക, മാനവികത യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അത് മനുഷ്യൻ അറിയുന്നില്ലെങ്കിൽ എത്ര അറിവുള്ളവനാണെങ്കിലും ശരി, അവനിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതുണ്ടാവും. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിലാണ് നമ്മൾ നോക്കുക. ഇത് മാത്രമല്ല, ഇനി വേറൊരു വിഷയം പ്രകൃതിയിലേക്ക് നോക്കി ഞാൻ ചിന്തിച്ചാൽ കാണാൻ കഴിയുന്ന വേറൊരു കാര്യം, ഇവിടെ പക്ഷിമൃഗാദികൾ സ്വതന്ത്രമായി ലൈംഗിക വീഴ്ച നടത്തുന്നു. പക്ഷിമൃഗാദികളോട് സ്വതന്ത്രമായി ലൈംഗിക വീഴ്ച നടത്തുന്നു. അതിന്റെ പേരിൽ ഒരു പ്രശ്നവും അവയ്ക്കിടയിൽ ഉണ്ടാവുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? അവർ ജീവിക്കുന്നത് ശരിയായ രീതിയിലാണ്. അതേസമയത്ത് മനുഷ്യൻ ഒരു നിയന്ത്രണവുമില്ലാതെ ലൈംഗിക വീഴ്ച നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടായി മനുഷ്യനെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കും. അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യന്റെ ആ ജീവിതം ശരിയല്ല. എന്നാൽ പക്ഷിമൃഗാദികളുടെ ജീവിതം
ശരിയാണ്. മനുഷ്യന്റെ ഈ ജീവിതം ശരിയല്ല. അതുകൊണ്ട് മനുഷ്യൻ എന്ത് വേണം ഈ വിഷയത്തിൽ? ചില സാൻമാർഗിക നിയമങ്ങൾ ആവശ്യമുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ മാനവികത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സാൻമാർഗിക അധ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് അവരിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുന്നതോടുകൂടി മാനവികതയെ പറിച്ചു മാറ്റലാണ് യഥാർത്ഥത്തിൽ പിന്നെ സംഭവിക്കുക. അപ്പൊ അവന്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പാലിക്കേണ്ടതായ, അപ്പോഴാണ് മനുഷ്യരിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കേണ്ടത് അത് മനുഷ്യരിൽ നിന്ന് ഉണ്ടാവും. കുറച്ചു മുമ്പ് പിന്നെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നത്. ഉത്തരഗംഗാ തടത്തിലെ ഒരു പിന്നെ 8 വയസ്സുകാരി പെൺകുട്ടിയെ, കുരങ്ങുകൾ വളർത്തിയ ഒരു 8 വയസ്സുകാരി പെൺകുട്ടിയെ ലഭിച്ച ഒരു വിവരം പത്രങ്ങളിലൊക്കെ വാർത്തയായിട്ട് വന്നിരുന്നു. എല്ലാ പത്രങ്ങളിലും വന്നിരുന്നതൊക്കെ വാർത്ത. ഇപ്പോഴും നമുക്കത് സൈറ്റിൽ നോക്കിയേക്കാൻ പറ്റില്ല. അതായത് എങ്ങനെയോ ആരിൽ നിന്നോ നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടി, ആ കുട്ടിയെ പിന്നെ എടുത്ത് വളർത്തിയത് കുരങ്ങുകളാണ്. അങ്ങനെ ഉത്തരഗംഗാ തടത്തിൽ നിന്നാണ് ആ കുട്ടിയെ കിട്ടുന്നത്. അങ്ങനെ ലഭ്യമായി കുരങ്ങുകൾ വളർത്തിയ ആ കുട്ടിയെ മനുഷ്യർ എടുത്ത് സമീപിച്ചു നോക്കുമ്പോൾ, നിരീക്ഷിച്ചു നോക്കുമ്പോൾ ആ കുട്ടിയുടെ പ്രകൃതത്തിൽ ഒരു വല്ലാത്ത അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഇടപെടലുകൾ, പെരുമാറ്റങ്ങൾ എല്ലാം സാധാരണ മനുഷ്യന്റെ പെരുമാറ്റം പോലെയല്ല. ആ ചേഷ്ടകൾ എല്ലാം എടുത്തു നോക്കിയാൽ അതൊരു മൃഗ സ്വഭാവത്തിലുള്ള ഇടപെടലുകളും പെരുമാറ്റങ്ങളും ഒക്കെയാണ് കുട്ടിയിൽ നിന്നുണ്ടാവുന്നത്. ഭക്ഷണം കഴിക്കുന്നത് വരെ ഉണ്ടല്ലോ, സാധാരണ മുട്ടുകുത്തിയിട്ട് മൃഗങ്ങളൊക്കെ കഴിക്കുന്നത് പോലെയാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ആ കുട്ടി അങ്ങനെ ചികിത്സയ്ക്ക് വിധേയമാക്കി. ഇങ്ങനെ ഒരു വാർത്ത പത്രത്തിൽ നമ്മൾ വായിച്ചല്ലോ. അപ്പൊ എന്തുകൊണ്ട് നമ്മളിതിങ്ങനെ വിശകലനം ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരവസ്ഥ സംഭവിച്ചു? അതായത് കുരങ്ങുകൾ വളർത്തിയ ഒരു മനുഷ്യകുട്ടി ഒരു മനുഷ്യ പ്രകൃതത്തിലല്ല വളർത്തുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വളർന്നു? ഇനി നമ്മൾ നോക്കുക, മനുഷ്യർ വളർത്തുന്ന ഒരു കുരങ്ങിൻ കുഞ്ഞ് വളരുന്നത് പൂർണ്ണ കുരങ്ങായിട്ടാണ്. നമ്മൾ വളർത്തുന്ന ഒരു കോഴിക്കുട്ടി വളരുന്നത് പൂർണ്ണ കോഴിയായിട്ടാണ്. മനുഷ്യൻ വളർത്തുന്ന ഒരു പട്ടിക്കുട്ടി വളരുന്നത് പൂർണ്ണ പട്ടിയായിട്ടാണ്. പക്ഷെ കുരങ്ങുകൾ വളർത്തിയ മനുഷ്യക്കുട്ടി എന്തുകൊണ്ട് മനുഷ്യ പ്രകൃതത്തിൽ വളർന്നില്ല? ഇതാണ് മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ മൗലിക വ്യത്യാസം കാണുന്നില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പട്ടിക്കുട്ടി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് പൂർണ്ണ പട്ടിയായിട്ടാണ്. ഒരു കോഴിക്കുട്ടി സൃഷ്ടിക്കപ്പെടുന്നത് പൂർണ്ണ കോഴിയായിട്ടാണ്. ഒരു കുരങ്ങൻ കുഞ്ഞ് സൃഷ്ടിക്കപ്പെടുന്നത് പൂർണ്ണ കുരങ്ങായിട്ടാണ്. പക്ഷെ ഒരു മനുഷ്യക്കുട്ടി സൃഷ്ടിക്കപ്പെടുന്നത് പൂർണ്ണ മനുഷ്യനായിട്ടല്ല. അവൻ പൂർണ്ണ മനുഷ്യനാകണമെങ്കിൽ അവന്റെ പ്രകൃതിയിൽ ഉൾച്ചേർത്ത് വെക്കേണ്ട വേറെ ചിലത് കൂടിയുണ്ട്. അത് ചേർക്കുമ്പോൾ മാത്രമാണ് അവൻ മനുഷ്യനായിട്ട് മാറുക. അവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനിൽ മാനവികത രൂപപ്പെടണമെങ്കിൽ പ്രകൃതി, അവരെന്താണോ പ്രകൃതിപരമായിട്ടുള്ളത് അത് നിലനിർത്തിയാൽ പോരാ. അതിനപ്പുറത്ത് ചില വിധിവിലക്കുകളും പെരുമാറ്റ മര്യാദകളും ജീവിത ക്രമങ്ങളും പഠിപ്പിക്കപ്പെട്ടാൽ മാത്രമേ മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനായിട്ട് മാറുകയുള്ളൂ എന്നതാണ് വസ്തുത. ഈ മനുഷ്യനെ മനുഷ്യനാക്കുന്നതിന് വേണ്ടിയാണ് സൃഷ്ടാവായ ദൈവം തമ്പുരാൻ തന്നെ വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്, പ്രവാചകന്മാരെ നിയമിച്ചുകൊണ്ട് ഇതാ നിങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞത്. ആ പഠിപ്പിക്കപ്പെട്ട ഓരോ അധ്യാപനങ്ങളിലൂടെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇന്ന് നമ്മൾ മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത എന്തൊക്കെ ഉണ്ടാകുന്നുവോ ആ പറയുന്നതിനൊക്കെ നീക്കം ചെയ്യുന്നതിനുള്ള, മാറ്റിക്കളയുന്നതിനുള്ള, അങ്ങനെ മാനവികതയെ വീണ്ടെടുക്കുന്നതിനുള്ള അധ്യാപനങ്ങൾ അതിൽ കണ്ടെത്താൻ കഴിയും. വ്യത്യസ്തമായ സംഗതികളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മനുഷ്യന് ഈ അറിവ് ഉണ്ടായത് കൊണ്ട് മാത്രം മനുഷ്യനാവുകയില്ല, തിരിച്ചറിവുണ്ടാകുമെന്ന് സൂചിപ്പിച്ചു. തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുന്ന ഒരു സ്വർണ്ണമോതിരം കാണുമ്പോൾ അത് സ്വർണ്ണമോതിരമാണ് എന്നതൊരു അറിവാണ്. പക്ഷെ അതെനിക്ക് അവകാശപ്പെട്ടതല്ല എന്നതാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവുണ്ട്. ഇത് തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം?
അത് വോൾട്ടേറിന്റെ ഒരു വർത്തമാനത്തിൽ അത് കാണും. അത് ഗെയ്യൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നത്. വോൾട്ടേർ എന്ന് പറയുന്നത് ഒരു ലോക പ്രശസ്തനായ അറിയപ്പെടുന്ന ഒരു ചിന്തകൻ. അദ്ദേഹം ഒരു ഭൗതികവാദിയായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പാൽക്കാരൻ ഒരു ദൈവവിശ്വാസിയാവുന്നതാണ് എനിക്ക് ഇഷ്ടമല്ല. എന്തായിരിക്കും അത് പറയാനുള്ള കാരണം? എന്റെ പാൽക്കാരൻ ദൈവവിശ്വാസിയാകുന്നതാണ് എനിക്കിഷ്ടം. അദ്ദേഹത്തിന് ദൈവവിശ്വാസമില്ല, പക്ഷെ പാൽക്കാരൻ ദൈവവിശ്വാസിയാകുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. എന്താ കാരണം? പാൽക്കാരൻ ദൈവവിശ്വാസിയാണെങ്കിൽ, ഒരു അദൃശ്യ മേൽനോട്ടം ഉണ്ടെന്ന തോന്നലുള്ളവനാണെങ്കിൽ പാലിൽ വെള്ളം ചേർക്കുകയില്ല. അതേ സമയത്ത് ഒരു ഡിഗ്രി സ്കോളർ ആയതുകൊണ്ട് വെള്ളം ചേർക്കാതിരിക്കണമെന്നുമില്ല. അപ്പോൾ ഈ മാനവികത എന്ന് പറയുന്നത് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ മാനവികത യഥാർത്ഥത്തിൽ നട്ടുപിടിപ്പിക്കുന്നതിന്റെ മർമ്മം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇതാണ് മാനവ സമൂഹത്തിന് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്ത കുറവല്ല, അറിവില്ലായ്മയുടെ പ്രശ്നമല്ല മനുഷ്യന്. ഈ പറയുന്ന തിരിച്ചറിവ് ഇതാണ് മാനവ സമൂഹത്തിന് യഥാർത്ഥത്തിൽ നൽകേണ്ടത്. ഇത് ജീവിതത്തിൽ ഉടനീളം എല്ലാ മേഖലകളിലും ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പോ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമുണ്ട്. ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ സാധാരണ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഈ പിന്നെ മനുഷ്യനും തമ്മിലുള്ള അകലം കൂടെ എന്തിന്റെ പേരിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിന്റെയും ജാതിയുടെയും സമുദായത്തിന്റെയും പേരിലുള്ള ഈ അകലം കൂടെ, ഈ അകലം കൂടൽ പോലും നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനുഷ്യന് അറിവില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതല്ല, തിരിച്ചറിവില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നത്. ഈ ഒരു മൗലിക തലത്തിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മാനവികതയുടെ വർത്തമാനം പറയുമ്പോൾ മാനവികതയ്ക്ക് തടസ്സമാകുന്ന വിധം മതിലുകൾ എന്തൊക്കെയെന്ന് നോക്കി ഇടിച്ചു പൊളിക്കാൻ പറ്റുന്ന മതിലുകളൊക്കെയും ഇടിച്ചു പൊളിച്ചാല് മാനവികതയുടെ മൈതാനം പണിയാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അപ്പൊ ചിലതൊക്കെ ഇടിച്ചു പൊളിക്കുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും? വികാരങ്ങൾ വ്രണപ്പെടും. മനുഷ്യന്റെ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ, അത് വല്ലാതെ ചിലതൊക്കെ വല്ലാതെ വ്രണപ്പെട്ടു പോകും. ചില വികാരങ്ങൾ, ചില വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൽ ഏറ്റവും വേഗത്തിൽ വ്രണപ്പെടുന്ന വികാരമാണ് അത്രയും മതവികാരം. അതുകൊണ്ട് ഈ സദസ്സിന്റെ മതവികാരത്തെ ഒന്ന് വ്രണപ്പെടുത്തിക്കൊണ്ട് തന്നെ ചില വർത്തമാനങ്ങൾ, പ്രത്യേകിച്ച് മാനവികതയെ കുറിച്ച് പറയേണ്ടി വരുമ്പോൾ ഒന്ന് ഇടിച്ചു കൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ നമുക്കറിയാലോ, ഇന്നിപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ തന്നെ നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഹിന്ദു സമുദായത്തിൽ ജനിച്ചവരുണ്ട്, ക്രിസ്തു സമുദായത്തിൽ ജനിച്ചവരുണ്ടാവും, മുസ്ലിം സമുദായത്തിൽ ജനിച്ചവർ, ഇങ്ങനെ വ്യത്യസ്ത സമുദായങ്ങളിൽ ജനിച്ച ആളുകൾ. അവരൊക്കെയും അവരവരുടെ സമുദായങ്ങളിൽ നിന്നുകൊണ്ട് അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. അവരവരുടെ സമുദായങ്ങളിൽ നിന്നുകൊണ്ട് അതിൽ അഭിമാനം കൊള്ളുന്ന, പ്രത്യേകിച്ച് മതവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവർ ജനിച്ച സമുദായങ്ങളിൽ നിന്നുകൊണ്ട് അവർ അഭിമാനം കൊള്ളുന്നു. മാത്രമല്ല അതിന്റെ പേരിൽ എന്തുണ്ട്? ആ അഭിമാനം കൊള്ളൽ പലപ്പോഴും അതിരുവിട്ട് പോകുന്നതായിട്ട്, അങ്ങനെ ഒരു സാമുദായികമായ എന്തോ ഒന്ന് രൂപപ്പെട്ടു വന്ന് അതാണ് പലപ്പോഴും സമൂഹത്തിൽ ഇന്ന് എന്തായിട്ടുള്ളത്? വൻമതിലുകളായി ഹിന്ദു എന്നൊരു മതിൽ, ക്രിസ്ത്യാനി എന്നൊരു മതിൽ, മുസ്ലിം എന്ന മതിൽ, ഇങ്ങനെയുള്ള മതിലുകൾ യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു നിൽക്കുന്നുണ്ട്. ഈ മതിലുകളുടെ യാഥാർത്ഥ്യം എന്താണ്? ഈ മതിലുകളുടെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇത് വിശകലനം ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് പറയാനുള്ളത് മാനവികതയെ കുറിച്ചാണ്. അതിന് തടസ്സമാകും വിധം ഇത്. കാരണം നമുക്കറിയാം, നമ്മൾ എങ്ങനെ വിശകലനം ചെയ്താലും ശരി, മനുഷ്യരൊക്കെ അടിസ്ഥാനപരമായി എങ്ങനെ പരിശോധിച്ചാലും, ഇത് പ്രമാണങ്ങളെടുത്ത് പരിശോധിച്ചാൽ, ശാസ്ത്രത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് വിശകലനം ചെയ്താൽ, യുക്തി കൊണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്താൽ, മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരൊറ്റ മാതാപിതാക്കളുടെ മക്കളാണെന്ന കാര്യത്തിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നിരാകരിക്കാൻ കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ തന്നെ കൂടിയിരിക്കുന്ന ആളുകൾ, ഇപ്പൊ ഹിന്ദു സമുദായത്തിൽ ജനിച്ച, ക്രിസ്തു സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലൊക്കെ ജനിച്ചവര്, അതൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഇപ്പൊ ക്രിസ്തു സമുദായത്തിൽ ജനിച്ച ഒരു സഹോദരൻ ഹിന്ദു സമുദായത്തിൽ ജനിച്ച അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരു സഹോദരിയുമായി ദാമ്പത്യ ജീവിതം നയിച്ചാൽ അതിൽ ഉണ്ടാകുന്ന കുഞ്ഞ് എന്ത് കുഞ്ഞായിരിക്കും? നമ്മൾ ആലോചിക്കണം, എന്ത് കുഞ്ഞായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ജനിക്കുന്ന കുഞ്ഞ് മനുഷ്യ കുഞ്ഞായിരിക്കും. പിന്നെ ആ കുഞ്ഞിനെ ജാതി തിരിക്കുന്നത് ആരാണ്? മതം തിരിക്കുന്നത് ആരാണ്? ജാതി തിരിക്കുന്നതും മതം തിരിക്കുന്നതും മാതാപിതാക്കളെ ചുമതലയാണ്.
പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അതാണ് ഈ മാനവികതയുടെ വർത്തമാനം പറയുമ്പോൾ പ്രമാണങ്ങളിലേക്ക് ഇറങ്ങിയാൽ അത് കാണാൻ പറ്റും. പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഓരോ സഹോദരിയും ഓരോ കുഞ്ഞും ഇവിടെ ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. ഇത് മനുഷ്യക്കുഞ്ഞായിട്ടാണ് ഓരോ കുഞ്ഞും ഇവിടെ സൃഷ്ടിക്കുന്നത്. പിന്നെ അവര് ജൂതനായിട്ടും ക്രിസ്ത്യാനിയായിട്ടും മജൂസിയായിട്ടും ഇങ്ങനെ വ്യത്യസ്ത ജാതികളിലും സമുദായങ്ങളിലും ആക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്. വാസ്തവമല്ലേ ഈ പറയുന്നത്? അതിനൊരു ഉദാഹരണമല്ലേ നേരത്തെ പറഞ്ഞത്. കാരണം രണ്ട് സമുദായത്തിൽപ്പെട്ട ആൾക്ക് ദാമ്പത്യ ജീവിതം നയിച്ചാൽ കുഞ്ഞ് ജനിക്കും എന്നത് തന്നെ അതിന് ഉദാഹരണമാണ്. അതിന്റെ അർത്ഥം അടിസ്ഥാനപരമായി മനുഷ്യരൊക്കെ ഒറ്റ തറവാട്ടുകാരും ഒറ്റ വർഗത്തിൽപ്പെട്ടവരുമാണ്. ഇതാണല്ലോ വസ്തുത. അങ്ങനൊരു പ്രയോഗമുണ്ട്, ആദിയിൽ മനുഷ്യരൊക്കെ ഒറ്റ സമൂഹമായിരുന്നു, പിന്നീട് അവർ ഭിന്നിച്ചു പോയി. ഒറ്റ തറവാട്ടുകാരാണ് മനുഷ്യർ. ഇതാണല്ലോ വസ്തുത. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഈ മതിലുകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്? മാത്രമല്ല, ആ മതിലുകളുടെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കണം. ഇത് പരിശോധിക്കണമെങ്കിൽ നമ്മൾ പ്രമാണങ്ങളെടുത്തുനിന്ന് പരത്തി നോക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ചില ചോദ്യങ്ങളാണ്. ഈ സദസ്സിനോട് തന്നെ ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, ഈ സദസ്സിലിരിക്കുന്നവരിൽ ഞാനൊരു ഹിന്ദുവായി ജനിച്ചവരാണ്, അതിൽ അഭിമാനമില്ല, അതിനുവേണ്ടി നിലപാടെടുക്കുന്നു. ഇങ്ങനെയുള്ള ഹിന്ദുവായി ജനിച്ച ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളോട് ഞാൻ ചോദിക്കുന്നത്, ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അങ്ങനെ ഒരു ജനിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ പറയണമല്ലേ? പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹിന്ദു എന്ന പ്രയോഗം ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ, ഋഗ്വേദത്തിലോ യജുർവേദത്തിലോ അഥർവവേദത്തിലോ സമവേദത്തിലോ ബ്രാഹ്മണങ്ങളിലോ ഉപനിഷത്തുകളിലോ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ എവിടെയെങ്കിലും അങ്ങനെ ഒന്നുണ്ടോ? ശ്രീകൃഷ്ണൻ അങ്ങനെ ഒരു പ്രയോഗം കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്ന് ചോദിച്ചാൽ അവരാരും അറിഞ്ഞിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പ്രമാണങ്ങളിൽ ഒന്നും അത് പറഞ്ഞിട്ടേയില്ല. ഇത് ഒരു വസ്തുതയും യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇന്ന് നമ്മളുടെ മുമ്പിൽ അതൊരു വലിയ മതിലാണ്. സ്വാമി വിവേകാനന്ദൻ അത് സംബന്ധമായി പറയുന്നുണ്ട്, ഈ ഹിന്ദു എന്ന പ്രയോഗമുണ്ടല്ലോ, അത് തികച്ചും വൈദേശികമാണ്. അദ്ദേഹം പറഞ്ഞത്, സിന്ധു നദിക്കിക്കരയുള്ള ആളുകളെ സിന്ധൂസ് എന്നാണ് പറഞ്ഞത്. സിന്ധു നദിക്കിക്കരയുള്ള ആളുകളെ പൊതുവിൽ പറഞ്ഞിരുന്ന പേരാണ് സിന്ധൂസ്. പക്ഷെ പേർഷ്യൻ ചരിത്രകാരന്മാർ ചരിത്രം എഴുതിയപ്പോൾ ചില ഭാഷകളിൽ ചില അക്ഷരങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ അള്ളാഹു മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. ഒന്നുകിൽ അല്ലാഹു അല്ലെങ്കിൽ അള്ളാഹു. അള്ളാഹു എന്ന് എഴുതാൻ കഴിയില്ല, കാരണം അങ്ങനെ ഒരു അക്ഷരമില്ല. ഇതുപോലെ പേർഷ്യൻ ഭാഷയിൽ എസ എന്നതിന് പകരമാണ് ഹ എന്ന അക്ഷരം. അതുകൊണ്ട് സിന്ധൂസ് എന്ന് എഴുതിയത് എന്തായി മാറി? ഹിന്ദുസ് എന്നായി മാറി. ഇങ്ങനെയാണ് ആ പദം കടന്നു വരുന്നത് എന്ന്. അതുകൊണ്ടാണ് സനാതന ധർമ്മികൾ ആ പദം പ്രയോഗിക്കുന്നത് പോലും ഹിന്ദു ധർമ്മ പരിചയത്തിലൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും, ആ പദം പ്രയോഗിക്കുന്നത് പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കടന്നു വന്നു എന്നതുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നതല്ല. ഞാനിത് പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ നമ്മളുടെ മുമ്പിൽ ഇത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ജാതി തിരിച്ച് സൃഷ്ടിക്കുന്നില്ലെന്ന കാര്യം നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാവാൻ വേണ്ടിയാണ്. ഇനി ഞാൻ ചോദിക്കുന്നത്, ക്രിസ്ത്യാനിയായി ജനിച്ച ഒരാളാണ്, അതിൽ അഭിമാനം കൊള്ളുന്ന, അതിനുവേണ്ടി നിലപാടെടുക്കുന്ന, അങ്ങനെ ക്രിസ്ത്യാനിയായി ജനിച്ച ഒരാളാണെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്നത്, ആരാണ് നിങ്ങളത് പറഞ്ഞു? അങ്ങനെ ഒരു ക്രിസ്ത്യാനിയായി ജനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാക്ക് ബൈബിളിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രയോഗമുണ്ട്? ബൈബിളിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രയോഗമുണ്ട്? പഴയ നിയമത്തിൽ എവിടെയെങ്കിലും, പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും യേശു ക്രിസ്തു അത് കേട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ യേശു അത് കേൾക്കുക പോലും ചെയ്തിട്ടില്ല, എവിടെയത് പറഞ്ഞിട്ടില്ല. പിന്നെ അത് ഉണ്ടായത് എവിടെയാണ്? ബൈബിളിൽ അത് ഉണ്ട് പ്രയോഗം, പക്ഷെ അത് എവിടെ നിന്ന് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറയുന്നത് പോലെ അതുപോലും ശത്രുക്കൾ നൽകിയ പേരാണ്. അന്ത്യോക്യയിലേക്ക് പ്രബോധനം നടത്താൻ പോയ സമയത്ത് അവിടെയുള്ള ശത്രുക്കൾ കളിയാക്കി പറഞ്ഞു എന്നാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ കളിയാക്കി പറഞ്ഞു എന്നാണ്. അന്നത്തെ യേശുവിന്റെ ശിഷ്യന്മാർക്ക് അതിൽ മനോവിഷമം ഉണ്ടായി. ആ സന്ദർഭത്തിൽ പൗലോസ് ഇടപെട്ടുകൊണ്ട് പറഞ്ഞു അത്രേ, ക്രിസ്തുവിലേക്ക് ചേർത്തുകൊണ്ട് അവർ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ലജ്ജിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ആ നാമം പോലെ വരുന്നത്. അല്ലാതെ യേശു ക്രിസ്തു അത് അറിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. കാരണം ദൈവം സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനായിട്ടേ സൃഷ്ടിക്കുന്നുള്ളൂ, മറ്റത് പിന്നീട് കടന്നു വരുന്നതാണ്. ഇതുപോലെ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ
കൂടിയിരിക്കുന്ന സദസ്സിനോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇതാണ്. ഞാനൊരു മുസ്ലിമായിട്ട് ഒരു ജാതിയിൽ ജനിച്ചവരാണ്. മുസ്ലിം ജാതിയിൽ അങ്ങനെ മുസ്ലിം എന്ന ഒരു ജാതി, അതിൽ ജനിച്ച, അതിൽ അഭിമാനം കൊള്ളുന്ന അവരോട്, അങ്ങനെ കാഴ്ചപ്പാടുള്ളവരോട് ഞാൻ ചോദിക്കുന്നത്, ആരാണ് നിങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഒരു ജാതിയെ കുറിച്ച്, മുസ്ലിം എന്ന ഒരു ജാതിയെ കുറിച്ച് അല്ല എവിടെയെങ്കിലും പറയുന്നു? പ്രവാചകൻ അങ്ങനെ ഒരു ജാതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എല്ലാ മനുഷ്യരും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്, ഓരോ കുഞ്ഞും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്, ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ്. എന്ന് വെച്ചാൽ മനുഷ്യ പ്രകൃതിയോട് കൂടിയാണ്. പിന്നീട് മാതാപിതാക്കളാണ് ജാതി തിരിക്കുന്നത്. അതേസമയത്ത് മുസ്ലിം എന്ന ഒരു ജാതിയെ കുറിച്ച്, മുസ്ലിം എന്ന പ്രയോഗമുണ്ട് അനുസരിക്കുന്നവരെന്ന അർത്ഥത്തിൽ. അതേസമയത്ത് അങ്ങനെ ഒരു ജാതിയെ കുറിച്ച് ആരെയുമില്ല, പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടുമില്ല, ഒരു ജാതിയെ കുറിച്ച് പഠിപ്പിച്ചിട്ടുമില്ല. കാരണം എന്താണ്? മനുഷ്യനായിട്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ ഇന്ന് നമ്മളുടെ മുമ്പിൽ ഇതൊക്കെ ഉണ്ടായി മാറി. നമ്മളുടെ മുമ്പിൽ ഈ അർത്ഥത്തിലുള്ള, അതായത് എന്താണോ നമ്മൾ ഇതിനെ കുറിച്ച് ധരിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമല്ല എന്നിരിക്കെ തെറ്റായ ചില സങ്കല്പങ്ങൾ മതിലുകളായി നിലകൊള്ളുന്നു. മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ചേർന്ന് നിൽക്കാൻ തടസ്സമായി നിൽക്കുന്ന മതിലുകളാണ് ഈ അർത്ഥത്തിൽ സാമുദായിക, മതത്തിന്റെ സാമുദായികമായ മതിലുകൾ. അതുകൊണ്ട് തന്നെ മാനവികതയുടെ മൈതാനം പണിയണമെങ്കിൽ മതത്തിന്റെ സാമുദായിക മതിലുകളെ തല്ലിപ്പൊളിച്ചേ മതിയാവും. ഇതിന്റെ പേരിൽ വ്രണപ്പെടുന്ന വികാരങ്ങൾ വ്രണപ്പെടട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? തീരുമാനിക്കുന്നു. തെറ്റായ സങ്കല്പത്തിന്റെ പേരിൽ. കാരണം എപ്പോഴും മനുഷ്യൻ ശരിയിലൂടെയല്ല മനുഷ്യനിൽ നിന്ന് മാനവികത നഷ്ടപ്പെട്ടു പോകുന്നത്, തെറ്റിലൂടെയാണ്. ഇപ്പോൾ മാനവികതയ്ക്ക് തടസ്സമാകുന്നത് ഈ ജാതി ചിന്തയും സമുദായ ചിന്തയുമാണെങ്കിൽ അതിന് കാരണം അത് തെറ്റാണ് എന്നാണ്. അതുകൊണ്ട് ശരിയിലേക്ക് വരണമെങ്കിൽ ആ തെറ്റുകളെ നമ്മൾ യഥാർത്ഥത്തിൽ മാർക്ക് ചെയ്ത് ഇടിച്ചു പൊളിച്ച് കളയണമെന്നാണ്. അത് ഇടിച്ചു പൊളിച്ച് കളയണമെങ്കിൽ ഇത് നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ സ്വതന്ത്രമായിരുന്നുകൊണ്ട് അല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആധികാരികമായി പറയേണ്ട പ്രമാണങ്ങൾ തന്നെ പറഞ്ഞു തരട്ടെ എന്താണ് ഈ വിഷയത്തിൽ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചില നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ചില അറിവുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെച്ചത്. അതല്ല, അങ്ങനെയല്ല, ഇങ്ങനെയുള്ള ജാതിയായി തന്നെയാണ് ജനിക്കുന്നത് എന്ന് എവിടെയെങ്കിലും തെളിയിക്കുന്നുവെങ്കിൽ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നമുക്ക് മാറുകയും ചെയ്യാം. പക്ഷെ നമുക്ക് സാധ്യമാവുകയില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായി മനുഷ്യരൊക്കെയും ഒരേ മാതാപിതാക്കളുടെ മക്കളും ഒറ്റ തറവാട്ടുകാരുമാണെന്നുള്ള യാഥാർത്ഥ്യത്തെ, വസ്തുതയെ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുക. പക്ഷെ അതേ സമയത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാകും? ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ, ഈ വസ്തുത നിലനിൽക്കെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിവുള്ള, ബുദ്ധിയുള്ള, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഭാഗമായതുകൊണ്ട് വ്യത്യസ്ത വിശ്വാസങ്ങളും വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ സ്വാഭാവികമാണ്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഒരാളുടെ അഭിപ്രായം ഒന്നാകുന്നത്, ഇപ്പൊ എന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായ ഒരു അഭിപ്രായം മറ്റൊരാൾക്കുണ്ടെങ്കിൽ അത് ഞാനും അദ്ദേഹവും ശത്രുക്കളാകാൻ കാരണമാകാൻ പാടില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് എന്റെ കാഴ്ചപ്പാട് എന്താണോ, എന്റെ വിശ്വാസം എന്താണോ, എന്റെ അറിവെന്താണോ, അതിനനുസരിച്ച് തന്നെ ആകണം നിങ്ങളും എന്ന് അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ശത്രുവായിട്ട് മാറും. ഇതാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം വരെ. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മാനവികത നഷ്ടപ്പെട്ടു പോകുന്നത്. അവിടെ നമുക്ക് വീണ്ടെടുക്കേണ്ട, തിരിച്ചു പിടിക്കേണ്ട മൂല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിഷ്ണുത എന്ന് പറയുന്ന മൂല്യം. മനുഷ്യൻ സ്വാഭാവികമാണ്. ഒറ്റ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ മുതൽ മക്കൾ വരെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ശത്രുക്കളാവുകയില്ല. എന്നതുപോലെ ഒറ്റ തറവാട്ടുകാരായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാകും. ഇതിന്റെ പേരിൽ അവർ എന്താകാൻ പാടില്ല? ശത്രുക്കളാവാൻ പാടില്ല. അങ്ങനെ ശത്രുക്കളാവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അവരിലുണ്ടാകേണ്ടത് സഹിഷ്ണുത. മാനവികത നട്ടുപിടിപ്പിക്കണമെങ്കിൽ സഹിഷ്ണുത എന്ന് പറയുന്ന മൗലികമായ ഒരു മൂല്യത്തെ യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ഒരു മൂല്യം എന്നുള്ള നിലയ്ക്ക് അതിന്റെ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. കാരണം സ്വാഭാവികമല്ലേ,
അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അത് അംഗീകരിക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല. അത് അംഗീകരിക്കണമെങ്കിൽ ആദർശത്തെ എന്ത് ചെയ്യേണ്ടതില്ല? ആദർശത്തെ, ഒരാൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ, കാഴ്ചപ്പാടില് അതിനെ വെലികൊടുത്തി കൊണ്ടുപോകണം എന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ ഉണ്ടാവുന്നത്. കാരണം എനിക്ക് അംഗീകരിക്കാനാവാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന് മറ്റൊരാൾക്കുണ്ടെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കലും ആ പറയുന്നതിനെ സഹിക്കലും ഒക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ സഹിഷ്ണുത എന്ന് പറയുന്നത്. എല്ലാവരും ഒറ്റ ആശയം തന്നെ അംഗീകരിക്കണമെന്ന് പറയുന്ന ഏകശിലാരൂപത്തിലുള്ള ഒന്ന് വേണമെന്ന് വരുമ്പോൾ അത് മാനവികതയ്ക്കെതിരാണ്. കാരണം മനുഷ്യൻ അങ്ങനെ ആവാൻ കഴിയില്ല. ഒറ്റ കുടുംബത്തിലുള്ളവർക്ക് വരെ അതിന് കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അത് മനുഷ്യൻ യഥാർത്ഥത്തിൽ വകവെച്ചു കൊടുക്കുമ്പോഴാണ് മനുഷ്യനാവും. മനുഷ്യന്റെ പ്രകൃതം അതാണ് സംഭവിക്കുന്നത്. അത് ഇന്ന് പക്ഷെ എന്താകുന്നു? ഏതോ അർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ വിഷയത്തിൽ നമുക്കറിയാൻ പറ്റും, ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെയുള്ള മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരവരുടെ ആശയങ്ങളും ആദർശങ്ങളും എന്തോ അവരവർ മനസ്സിലാക്കിയത് അത് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്നുള്ളതിലേക്ക് സമീപിക്കാൻ കഴിയുക. അതിന് കഴിയണം മനുഷ്യൻ. പ്രവാചക അധ്യാപനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ചില സമിതികളൊക്കെ ഉണ്ടാവുമല്ലോ, എന്താണ് അതിന്റെ ഒരു ആഴവും പരപ്പും ഒക്കെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ബോധ്യപ്പെടുന്നത്. ഈ മാനവികതയെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ അത് വളരെ ഗൗരവപ്പെട്ട വിഷയവുമാണ്. പ്രവാചകൻ തന്നെ ആദർശ പ്രബോധനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മക്കയിലൊരു സംഭവമുണ്ട്. അതായത് പ്രവാചകനോട് ആവശ്യപ്പെടുന്നുണ്ട് ഒരു ചെറിയൊരു വിട്ടുവീഴ്ചയെങ്കിലും ചെയ്യാൻ. അത് സൃഷ്ടാവായ ദൈവത്തിന് വിധേയപ്പെട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന അധ്യാപനവുമായിട്ട് പ്രവാചകൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള നേതാക്കന്മാരായ ആളുകൾ പ്രവാചകന്റെ അടുത്ത് വന്ന് പറയുന്നത് അതിലൊരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യണം. മാത്രമല്ല സാധാരണ മനുഷ്യനെ മോഹിപ്പിക്കുന്ന ധാരാളം വാഗ്ദാനങ്ങൾ നൽകുന്നത്. ഈ വാഗ്ദാനങ്ങളൊക്കെ നൽകി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണമെന്ന് പറയുന്ന സമയത്ത് പ്രവാചകൻ അവരോട് പറയുന്ന മറുപടി എന്താണ്? വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും ശരി, ഞാൻ എന്റെ ഈ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങിയില്ലെന്ന് പറഞ്ഞാൽ ആദർശത്തിൽ ഒരു കാർക്കശമുണ്ട്. പക്ഷെ ഇതേ പ്രവാചകന്റെ ചരിത്രത്തിൽ കാണുന്ന മറ്റൊരു വസ്തുതയുണ്ട്. പിന്നീട് അവിടുന്ന് ഈ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമല്ലാതെ വന്നപ്പോൾ അവിടുന്ന് എന്താക്കി മറ്റുള്ള ആളുകൾ ആട്ടി ഓടിക്കുന്നു. അവിടുന്ന് യഥാർത്ഥത്തിൽ വിട്ടുപോകേണ്ടി ഹിജ്റ പോകേണ്ടി വരുന്നുണ്ട്. മദീനയിലെത്തി അവിടുത്തെ ഭരണാധികാരിയായതിനു ശേഷം മക്കയിൽ വരൾച്ച വന്ന് ജനങ്ങൾ പട്ടിണി കിടക്കുന്നു എന്ന വിവരം അറിഞ്ഞ ഉടനെ പ്രവാചകൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം? അവിടുന്ന് റിലീഫ് സംഘങ്ങളെ വിടുകയാണ്. ഇവരാണ് ഇവിടുന്ന് ആട്ടി ഓടിക്കുന്നത്, നിൽക്കാൻ സമ്മതിക്കാതിരുന്നത്. എന്നിട്ട് പക്ഷെ മദീനയിൽ നിൽക്കുന്ന പ്രവാചകൻ മക്കയിലുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി റിലീഫ് സംഘങ്ങൾ വിടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് യഥാർത്ഥത്തിലുണ്ടാവുന്നത് ആദർശത്തിൽ കാർക്കശം എന്ന് പറയുന്നത്, അതേസമയത്ത് മാനവികതയിൽ ഉദാരത എന്ന് പറയുന്നത്. ഇത് രണ്ടും ചേർന്ന് കൂടുന്നിടത്താണ് യഥാർത്ഥത്തിൽ മാനവികതയെ നട്ടുപിടിപ്പിക്കാനും അതിനെ വളർത്തിയെടുക്കാനും സാധ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ ഈ അർത്ഥത്തിൽ ശത്രുവിനെ പോലും സ്നേഹിക്കാൻ കഴിയുന്നവൻ ആദർശം. അതിൽ പക്ഷെ വിട്ടുവീഴ്ചയില്ല, ആദർശത്തിലെ വിട്ടുവീഴ്ചയില്ല. പക്ഷെ മാനവിക വിഷയത്തിലോ എല്ലായിടത്തും എന്താണ്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുകൊണ്ടുന്നവൻ സത്യവിശ്വാസിയല്ല. അതാണ് ഈ ആദർശത്തിന്റെ കാർക്കശ്യം. അത് മാനവികമാവുക എന്നുള്ളത്. അതിൽ തന്നെ ഒരു പ്രയോഗമുണ്ട്, അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രയോഗം. സാധാരണ രീതിയിൽ നമ്മൾ ഈ ഭൗതികവാദികൾ നിരീശ്വരവാദികളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ദൈവത്തെ നിഷേധിക്കുന്നവരെന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്ന ഒരു വിഭാഗമുണ്ട്. അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഭൗതികവാദികളും ദൈവത്തെ നിഷേധിക്കുന്നവരൊക്കെ ആയിട്ടുള്ള. പക്ഷെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഭാഗത്ത് പ്രവാചകനോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഈ ആത്മീയതയെ ദൈവത്തെയൊക്കെ നിഷേധിക്കുന്നത് ആരാണെന്ന് താങ്കൾ കണ്ടുകൊണ്ട് ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾക്ക് സാധാരണ നമ്മുടെ മറുപടി എന്തായിരിക്കും? അത് ഇവിടുത്തെ ഭൗതികവാദികൾ നിരീശ്വരവാദികളൊക്കെ. പക്ഷെ ഖുർആൻ പറഞ്ഞ മറുപടി അതല്ല. അനാഥയെ അട്ടി അകറ്റുന്നവരും അഗതിക്ക് അവന്റെ അന്നം നൽകാൻ പണിയെടുക്കാത്തവരുമാണ് ആത്മീയതയെ നിഷേധിക്കുന്നത്.
ദൈവത്തെ നിഷേധിക്കുന്നു. അപ്പൊ ദൈവത്തെ അംഗീകരിക്കുന്നവൻ അനാഥയെ പരിഗണിക്കുന്നവനും അഗതിക്ക് അവന്റെ അന്നം നൽകാൻ പണിയെടുക്കുന്നവനുമാവണം എന്നാണ്. അതാണ് ഈ മാനവികത എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്നത്. മാനവ സമൂഹത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഇതാണ്. ഈ നഷ്ടപ്പെട്ടു പോയ ആത്മീയതയെ, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ യാഥാർത്ഥ്യത്തെ ഒരു വീണ്ടെടുപ്പ്, അതിന്റെ ഒരു വീണ്ടെടുപ്പ്. ഇതിന് നമ്മൾ സാമുദായിക ജാതീയ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യൻ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരേണ്ടതാണ്. ഞാനിത് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് എത്ര പറഞ്ഞാലും അവസാനിക്കുന്ന ഒരു വിഷയമല്ല, എത്രയും പറയാവുന്ന ഒരു വിഷയം. നമ്മളുടെ മുമ്പിൽ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സാമുദായികവും ജാതീയവും അതല്ലാത്ത ധാർമ്മികവും ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ ആ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളിൽ നിന്നുകൊണ്ടുള്ള അന്വേഷണങ്ങളും ചർച്ചകളും ഒക്കെ കാലത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ്. അതിൽ ചില വീണ്ടും വിചാരം ഉണ്ടാകണമെങ്കിൽ തെറ്റായ ചില സങ്കല്പങ്ങളെ നമ്മൾ മാറ്റിപ്പണിതേ മതിയാവും. കാരണം ശരി തെറ്റ്, ധർമാധർമ്മം എന്നൊക്കെ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും അധർമ്മത്തിനെതിരെയുള്ള നിലപാടുകളും പോരാട്ടങ്ങളും ഒക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ സാമുദായികമായ ഒരു തലമല്ല അതിലൊന്നും യഥാർത്ഥത്തിലുള്ളത്. അവരൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് ധർമാധർമ്മ സമരമായിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത്. ആ ധർമ്മസമരത്തിൽ കൃഷ്ണൻ സാരഥിയും അർജുനൻ വില്ലാളിയും. അങ്ങനെ ശത്രുക്കളെ നോക്കി വില്ല് കുലയ്ക്കാൻ അർജുനന് കഴിയുന്നില്ല. ശത്രുക്കളെ നോക്കി വില്ല് കുലയ്ക്കാൻ അർജുനന് കഴിയുന്നില്ല. കാരണം എന്തായിരുന്നു? ശത്രുപക്ഷത്തുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നല്ല. പിന്നെ ശത്രുപക്ഷത്തുള്ളത് ആരാണ്? അർജുനന്റെ തന്നെ ബന്ധുമിത്രാദികളും ഗുരുവര്യന്മാരും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ആലോചിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇത് അർജുനന്റെ തന്നെ ബന്ധുമിത്രാദികളും ഗുരുവര്യന്മാരും ശത്രുപക്ഷത്തെയും ധർമ്മസമരത്തിൽ എങ്കിൽ നാം നമ്മളോട് ചോദിക്കേണ്ട, അല്ലെങ്കിൽ ആളുകളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: കൃഷ്ണൻ ഏത് സമുദായത്തിന്റെ പക്ഷത്താണ്? അല്ല, അർജുനൻ യഥാർത്ഥത്തിൽ ഏത് സമുദായത്തിന്റെ പക്ഷത്താണ്? നമ്മൾ ഇന്ന് വിഭാവന ചെയ്യുന്നത് പോലെ ഹിന്ദു സമുദായത്തിന്റെ പക്ഷത്തായിരുന്നു എങ്കിൽ എങ്ങനെയാണ് അർജുനന്റെ തന്നെ ബന്ധുമിത്രാദികളും ഗുരുവര്യന്മാരും ശത്രുപക്ഷത്താവുന്നത്? അതിന്റെ അർത്ഥം കൃഷ്ണനും അർജുനനും ഇവിടെ ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരിൽ അല്ല, സമുദായത്തിന്റെ പ്ലാറ്റ്ഫോമിലുമല്ല. അതിന് പകരം ധർമ്മത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അധർമ്മത്തിനെതിരിൽ. ഇതാണല്ലോ വസ്തുത. ധർമ്മത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അധർമ്മത്തിനെതിരിൽ. ഇതാണല്ലോ വസ്തുത. ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? കൃഷ്ണനെയും ക്രിസ്തുവിനെയും മുഹമ്മദിനെയും ഒക്കെ നമ്മൾ സാമുദായിക സ്വഭാവത്തിൽ നോക്കിക്കാണുകയും അല്ലെ ഓരോ സമുദായങ്ങളെ ഭാഗം വെച്ചെടുക്കുകയും വിഭജിച്ചെടുക്കുകയും ചെയ്തുകൊണ്ട് തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇത് മാനവികതയ്ക്കെതിരാണ്. ഈ അർത്ഥത്തിൽ ധാരാളം സംഭവങ്ങൾ, ധാരാളം വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ വ്യതിയാനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ വായിച്ചെടുത്ത് മാനവികതയെ വീണ്ടെടുക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. സമയം ഒരുപാട് ദീർഘിച്ചു പോയതുകൊണ്ട് ഞാൻ ഇതിന്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മാനവികമായ മൂല്യങ്ങളെ വീണ്ടെടുക്കുന്നതിന് ഈ അർത്ഥത്തിൽ ചില വന്നു ചേർന്നിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ വന്നു ചേർന്നിട്ടുള്ള അപാകതകൾ, പാകപ്പിഴവുകൾ, ഇത് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തിരുത്തി യഥാർത്ഥത്തിൽ നമുക്ക് ഒന്നാവാനും നന്നാവാനും സാധ്യതകൾ തേടി മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള നീക്കത്തിന്റെ ഭാഗമെന്നുള്ള നിലയ്ക്ക് ഈ ഒത്തുകൂടൽ അതിന് പര്യാപ്തമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം തമ്മിൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി. മാനവികതയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടത്തിയ GK എടത്തനാട്ടുകര സാഹിബിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയും
മുഖ്യ പ്രഭാഷകനുമായ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി സ്വാമികളുടെ ശാന്തിഗിരി ആശ്രമത്തിന്റെ മലപ്പുറം, എറണാകുളം എന്നീ ഏരിയകളുടെ മാനേജർ അഖിൽ തിരുവനന്തപുരം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി വളരെ സ്നേഹതരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, JP സാർ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ, അതുപോലെ സദസ്സിലിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, എല്ലാവർക്കും സാദര പ്രണാമം. ഞാനൊരു ക്ഷമാപണത്തിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി, അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഞാനും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ തയ്യാർ ആശ്രമത്തിൽ നിന്ന് കുറച്ച് ഡിവോട്ടീസും എല്ലാവരും കൂടി ഇവിടെ വന്നത്. സ്വാമി ആദ്യം അറിയിച്ചത് ഉച്ചഭക്ഷണത്തിന് തയ്യാർ ആശ്രമത്തിലെത്താമെന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണത്തിന് കാണാത്തപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോഴാണ് അറിഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം കോതിയിലുള്ള ഞങ്ങളുടെ ആശ്രമത്തിൽ പൂർണ്ണമായി വെള്ളം കയറി. അച്ചൻകോവിലാറിൻ്റെ സൈഡിലാണ് ആശ്രമം ഇരിക്കുന്നത്. അവിടെ പൂർണ്ണമായും വെള്ളം കയറി. അങ്ങനെ സ്വാമി രാവിലെ മുതൽ അവിടെയായിരുന്നു. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വാമി എത്തിച്ചേരാം എന്നാണ് അറിയിച്ചത്. നിങ്ങൾ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും നേരിട്ട് ഇവിടെ വരികയുണ്ടായി. ഇവിടെ വന്നു കഴിഞ്ഞ് സ്വാമിയെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് സ്വാമി ഈ ബ്ലോക്കിൽ പെട്ടിട്ട് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവരെയും നേരിട്ട് കണ്ട് സ്വാമിയുടെ ഒരു ക്ഷമാപണം നടത്തണമെന്ന് അറിയിച്ചതും കൂടി കൊണ്ടാണ് ഞാൻ നേരിട്ട് ഇപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും അറിയിക്കുന്നത്. ഒരു സ്വാമി അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഈ സാറ് സംസാരിച്ചതുപോലെ ഈ ലോകത്ത് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ യുദ്ധങ്ങൾ നടക്കുന്ന ഈ സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മൾ അവകാശപ്പെടുന്നു ഈ കേരളത്തിൽ. അതുപോലെ തന്നെ ആത്മീയപരമായ ഒത്തിരി അടിസ്ഥാനങ്ങളും ചരിത്രവുമുള്ള നമ്മുടെ ഈ മലപ്പുറം നാട്, എൻ്റെ നാട് ശരിക്കും ട്രിവാൻഡ്രത്താണ്. എനിക്ക് തിരുവനന്തപുരത്തിനേക്കാൾ വ്യത്യസ്തമായി തോന്നിയത്, മലപ്പുറത്ത് തോന്നിയത്, കൃത്യമായ ഒരു സ്പിരിച്വാലിറ്റി ഉള്ള ഒരു നാടാണ് മലപ്പുറം. അതായത് കൃത്യമായ നമ്മുടെ യാമങ്ങളിൽ രാവിലെ മുതൽ കൃത്യമായിട്ട് ഒരു സമൂഹം ജനങ്ങൾ കൃത്യമായി ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ 5 നേരവും നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു നാടായിട്ടാണ് എനിക്ക് മലപ്പുറത്തിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ സഹിഷ്ണുത നടക്കുന്ന ഈ സമയത്ത് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു കൊടക്കീഴിൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൽ എല്ലാ ജാതി മതത്തിൻ്റെയും ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് കൂടുവാനും ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കുവാനും ഇതിങ്ങനൊരു അവസരം ഒരുക്കുന്ന ഇതിൻ്റെ സംഘാടകരോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ക്ഷമാപണം നടത്തുകയാണ്. സ്വാമിയുടെ സ്പീച്ച് ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കേൾക്കാം. സ്വാമിജിയുടെ ശബ്ദ സന്ദേശം ഈ സദസ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജഗദീശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ നമ്മൾ എല്ലാവരിലും ഒരുപോലെ വർഷിക്കുമാറാകട്ടെ. മാനവികതയുടെ വർത്തമാനം വളരെ സുന്ദരമായ ഉദാത്തമായ ഒരു പേരാണ്. വലിയോറ കൾച്ചറൽ സെൻറ്റർ
ജമാഅത്തെ ഇസ്ലാമി വേങ്ങര ഏരിയ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് തിരുവനന്തപുരത്തു നിന്നും രാവിലെ തന്നെ ഞാൻ പുറപ്പെട്ടു. പക്ഷേ അവിടെ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചില്ല. മഴ ശക്തമായിരിക്കുന്നു, എല്ലാ സ്ഥലത്തും വെള്ളക്കെട്ടാണ്, വഴിയെല്ലാം ബ്ലോക്കാണ്. ഈ പരിപാടിയിൽ നേരിട്ടെത്തുവാൻ സാധിക്കാത്തതിലുള്ള എൻ്റെ വിഷമം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു, നിങ്ങളോട് ക്ഷമാപണം നടത്തുന്നു. വലിയോറ ജമാഅത്തെ ഇസ്ലാമി വേങ്ങര ഏരിയ കൾച്ചറൽ സെൻറ്റർ സംഘടിപ്പിച്ചിരിക്കുന്ന മാനവികതയുടെ വർത്തമാനമെന്ന സദസ്സിൽ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന ആ സന്തോഷം. മാനവികത എന്ന ശബ്ദം നമ്മൾ എല്ലായ്പ്പോഴും എല്ലാ ഭാഗത്തും കേൾക്കാനുള്ളതാണ്. എന്താണ് ഈ മാനവികത? മനുഷ്യനെ സംബന്ധിക്കുന്ന ഒന്നായിരിക്കും ഈ മാനവികത എന്ന് നമുക്കറിയാം. അപ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം മാനവികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ അടിത്തറയാണ് മാനവികത. സാധാരണ നമ്മൾ മാനവികതയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്. സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മാനവികത ഏറെ പ്രസക്തമായി തീരുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാനവികതയുടെ കാലഗണനയെക്കുറിച്ച് നമുക്ക് ഗണിച്ച് പറയുവാൻ സാധിക്കുന്നതല്ല. മനുഷ്യനുണ്ടായ കാലം മുതൽ ഇന്ന് വരെ നടന്നതും നടക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും മാനവികതയിലൂന്നിയുള്ളതാണ്. ആദ്യകാലത്ത് മനുഷ്യൻ ഗ്രാമരൂപത്തിൽ താമസിക്കുവാൻ ഇടയായി. അതെന്തിനു വേണ്ടിയാണ്? വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ. പിന്നെ അതിയായ മഴയും കാറ്റും കാലാവസ്ഥ വ്യതിയാനങ്ങളുമൊക്കെ അതിജീവിച്ച് ജീവനപാതയിൽ അവൻ മുന്നേറുവാൻ വേണ്ടി. ഈ കാലത്ത് പരസ്പരം സഹായിക്കുന്നു, സഹകരിക്കുന്നു, കുടുംബമായും കൂട്ടമായും ഒക്കെ ജീവിക്കുന്നു. ഈ മാനവികത എന്ന അടിസ്ഥാന ഘടകം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സാധിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ ഇത്രയും ബുദ്ധിയും ചിന്തയും വികസിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യനറിയാതെ അവനിൽ രൂഢമൂലമായ വികാരമാണ് മാനവികത. സമൂഹമായി ജീവിക്കുവാൻ തുടങ്ങിയ മനുഷ്യൻ എന്തിനാണ് ഒറ്റപ്പെട്ട ജീവിതം അവസാനിപ്പിച്ച് കൂട്ടമായതെന്ന് ചോദിച്ചാൽ നാം പറയും, പരസ്പരം സഹായിക്കുവാൻ. ഒരുവൻ വേട്ടയാടി ഭക്ഷണം സമാഹരിക്കുവാൻ പോകുമ്പോൾ അവൻ്റെ കിടാങ്ങളെ, പത്നിയെ, മാതാവിനെ അല്ലെങ്കിൽ വേലയെടുക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യത്തിൽ കഴിയുന്ന സഹോദരനെ, അങ്ങനെയുള്ള ആരെയുമാകാം, അവരെ ശ്രദ്ധിക്കുവാൻ, അവരെ നോക്കുവാൻ. പിന്നീട് അയൽവാസിയുടെ സേവനം ആവശ്യമായപ്പോൾ പരസ്പരം സഹായമെന്നുള്ള ചിന്ത ഉദിച്ചു. അതെ, മാനവികത ആദ്യമായി പിറവിയെടുക്കുന്നത് അങ്ങനെയൊക്കെയാണ്. അന്ന് തുടങ്ങിയ മാനവികത പിന്നെ ഒരു സംസ്കാരമായി രൂപപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് പൗരാണിക കാലത്ത് നദീതടങ്ങളിലും ഗിരിതടങ്ങളിലും പാരമ്പര്യവും വികാസവുമായിട്ട് സംസ്കാരം മാറിയത്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന് കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമായി വന്നപ്പോൾ അത് ഒരു ജീവിത രീതിയായി, പ്രക്രിയയായി മാറി. നമുക്കറിയാം, സിന്ധു നദീതട സംസ്കാരം, നൈൽ, മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ സാംസ്കാരിക പാരമ്പര്യങ്ങൾ മാനവികതയുടെ അടയാളങ്ങളായിരുന്നു. പിന്നീട് സംസ്കാരമൊക്കെ വികസിച്ചപ്പോൾ കുലത്തൊഴിലിൻ്റെ പേരിൽ അടിസ്ഥാനത്തിൽ ജാതിയുടെ പിന്നീട് അത് മതമായി, മനുഷ്യൻ ജാതിയും മതവുമൊക്കെ നോക്കുവാൻ തുടങ്ങിയപ്പോൾ, ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നുള്ള വേർതിരിവുണ്ടായപ്പോൾ മാനവികതയ്ക്ക് ഭ്രംശം വരുവാൻ തുടങ്ങി. ഒറ്റയായ മനുഷ്യൻ കുടുംബമായി, കുടുംബം സമൂഹമായി, സമൂഹം രാഷ്ട്രവുമായി മാറിയപ്പോൾ കുടുംബ സാമൂഹിക വ്യവസ്ഥിതിയിൽ ഉടലെടുത്ത വേർതിരിവുകൾ മാനവികതയ്ക്ക് അതിർവരമ്പുകൾ സൃഷ്ടിച്ചു. മനുഷ്യൻ മുമ്പിൽ ഇങ്ങനെ അതിർത്തികൾ, വേദികൾ കെട്ടി മതിലുകൾ സൃഷ്ടിക്കുകയാണ്. ബന്ധങ്ങളുണ്ടായപ്പോൾ കുടുംബമുണ്ടായി. ആ കുടുംബത്തോട് മനുഷ്യന് സ്നേഹമുണ്ടായതുകൊണ്ടാണ്, കാരുണ്യമുണ്ടായതുകൊണ്ടാണ് സംരക്ഷിക്കണമെന്ന ബോധമുണ്ടായത്. സംരക്ഷിക്കണമെങ്കിൽ ഒരുവൻ്റെ അസാന്നിധ്യത്തിൽ മറ്റൊരുവൻ ഉണ്ടാകണം. അവിടെ പരസ്പര വിശ്വാസമുണ്ടാകണം. പരസ്പര വിശ്വാസമുണ്ടായാൽ മാത്രമേ, സ്നേഹമുണ്ടായാൽ മാത്രമേ, കരുണയുണ്ടായാൽ മാത്രമേ മാനവികത എന്ന ആത്യന്തികമായ ശബ്ദത്തിന് അർത്ഥമുണ്ടാകുന്നുള്ളൂ. ഇവിടെ മാനവികതയുടെ വക്താവായി ഞാൻ പ്രധാനമായിട്ടും കാണുന്നത് പരിശുദ്ധനായ പ്രവാചകനെ തന്നെയാണ്. പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ തികച്ചും മാനവികതയുടെ ഒരു മാനുഷിക മുഖം നമുക്കെല്ലാ സ്ഥലത്തും കാണുവാനായിട്ട് സാധിക്കും. ചരിത്രം, കഥ രേഖപ്പെടുത്തിയ ഒരുപാട് യുഗപുരുഷന്മാരുണ്ട്. അവരിലൊക്കെ കാണുവാൻ കഴിയാത്ത വൈവിധ്യപൂർണവും സഞ്ചിതവുമായ സവിശേഷതകൾ പ്രവാചകൻ്റെ സ്വഭാവത്തിൽ നാം കാണുന്നു. ഒരു രാജ്യത്തെ മുഴുവൻ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന രാജാവാണ് അദ്ദേഹം. പക്ഷേ സ്വശരീരത്തിൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹം പരമാധികാരം അവകാശപ്പെട്ടില്ല. ദൈവദാസനായി ഇരിക്കുന്നതിലാണ് അദ്ദേഹം സദാ അഭിമാനം കൊണ്ടത്. അടുത്തും അകലെയുമുള്ള നാടുകളിൽ നിന്ന് വന്നു ചേരുന്ന വമ്പിച്ച സ്വത്തിൻ്റെ അവകാശിയായിരുന്നു അദ്ദേഹം. പക്ഷേ എക്കാലത്തും അദ്ദേഹം ഒരു ദരിദ്രനെ പോലെ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ പുക ഉയരാതെ മാസങ്ങൾ എത്രയോ അദ്ദേഹം കഴിച്ചു. വയറു നിറച്ച് ആഹാരം കഴിക്കാത്ത ദിവസങ്ങൾ എത്രയോ സഹിച്ചു.
പരിണിതിപ്രജ്ഞനായ ഒരു ആക്രമണകാരിയെപ്പോലെ സർവായുധ വിഭൂഷിതരായ വൃന്ദത്തെ അടിയറവ് പറയിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷേ ആയിരക്കണക്കിന് അനുയായികൾ പോരാടി മരിക്കുവാൻ തയ്യാറെടുത്തുന്ന അവസരത്തിൽ മടികൂടാതെ ഉടമ്പടി ഒപ്പുവെക്കുവാൻ മാത്രം സമാധാനപ്രിയനായിരുന്നു അദ്ദേഹം. ഖുറൈശികളെ ഒന്നടങ്കം ധിക്കരിക്കുവാൻ അദ്ദേഹം നിർഭയനായിരുന്നു പ്രവാചകൻ. പക്ഷേ അത്ര തന്നെ ദയാലുവായിരുന്നതുകൊണ്ട് ഒരു തുള്ളി രക്തം പോലും അദ്ദേഹം ചിന്തിയില്ല. സ്വകുടുംബത്തിൻ്റെ ക്ഷേമത്തിലെന്ന പോലെ ദുർബലരും അനാഥരും ആയവരുടെ ക്ഷേമത്തിലും തൽപരനായിരുന്നു അദ്ദേഹം. ഓരോ മനുഷ്യൻ്റെയും മോക്ഷത്തിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. അതേസമയം ദൈവതൃപ്തി ഒഴിച്ചുള്ള എല്ലാത്തിലും അദ്ദേഹം വിമുഖനുമായിരുന്നു. തന്നെ ഭത്സിച്ചവരെ അദ്ദേഹം ശപിച്ചില്ല. തന്നെ പീഡിപ്പിച്ചവരോട് അദ്ദേഹം പ്രതികാരം ചെയ്തില്ല. മാത്രമല്ല, തന്നോട് പകയും വിദ്വേഷവും പുലർത്തുന്നവർക്ക് ദൈവാനുഗ്രഹത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു സദാ. പക്ഷേ ദൈവത്തിൻ്റെ ശത്രുക്കൾക്ക് അദ്ദേഹം മാപ്പ് കൊടുത്തില്ല. അവർക്ക് കഠിനമായ ശിക്ഷ ലഭിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. രണോത്സുകനായ ഒരു പോരാളിയായി അദ്ദേഹത്തെ നാം കാണാൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥനാ നിരതനായ ഒരു ഭക്തയോഗിയായി അദ്ദേഹം നമ്മുടെ കൺമുന്നിൽ അവതരിക്കുകയാണ്. ഉജ്ജ്വലനായൊരു ജേതാവായി അദ്ദേഹം അരങ്ങേറുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൽ തെളിയുന്ന നിഷ്കളങ്കനായ ദിവ്യ സന്ദേശ വാഹകൻ്റെ ചിത്രം നമ്മളെ അമ്പരപ്പിക്കുന്നു. അറേബ്യയുടെ ചക്രവർത്തിയെന്ന് നാം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഈത്തപ്പനയോലകൾ നിറച്ച തുകൽ തലയണയിൽ അദ്ദേഹം തലചായ്ക്കുന്നത് നാം അറിയുന്നു. അദ്ദേഹത്തിൻ്റെ പള്ളിമുറ്റത്ത് യുദ്ധമുതലുകൾ കൂമ്പാരമായി കിടക്കവേ സ്വന്തം കുടുംബം വിശപ്പടക്കുവാൻ വഴിയില്ലാതെ ഞെരുങ്ങുന്നത് നാം കാണുന്നു. യുദ്ധത്തടവുകാരെ മദീന നിവാസികൾക്ക് ദാസന്മാരായി ഏൽപ്പിച്ചു കൊടുക്കുന്ന അതേ വേളയിൽ സ്വപുത്രി ഫാത്തിമ വെള്ളം വലിച്ച തഴമ്പുകളുടെ വേദനയെക്കുറിച്ച് പരാതിപ്പെടുന്നത് നാം കാണുന്നു. അറേബ്യയുടെ പകുതിയും അദ്ദേഹത്തിന് വഴങ്ങിയ ശേഷവും അദ്ദേഹം പരിപരുത്ത പനയോലപ്പായിൽ കിടന്നുറങ്ങുന്നത് ഉമർ കാണുന്നു. പായയുടെ കണ്ണികൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പാടുകൾ വീഴ്ത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിലെപ്പോഴും ഒരു പിടി ധാന്യവും ഒരു തുകൽ പാത്രവുമാണ് ഉണ്ടായിരുന്നത്. പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനുഷ്യ സ്നേഹത്തിൻ്റെ മാനവികതയുടെ ഉദാത്ത മുഖമാണ് കാണുവാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഈ ദിവസം നമ്മൾ മാനവികതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലോകത്ത് പരിരസിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ സന്ദേശങ്ങൾ പരസ്പരം സഹവർത്തിത്വത്തോടു കൂടി മുന്നോട്ട് വെക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ പരിപാടി വളരെ സവിശേഷത ഉള്ള ഒന്നാണ്. പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനവുമായി വ്യക്തിപരമായി ഒരുപാട് അടുപ്പം സൂക്ഷിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പല പരിപാടികളിലും കേരളത്തിലുടനീളവും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക ലോകത്തിന് ഈ പ്രസ്ഥാനം നൽകുന്ന സംഭാവനകളെ വളരെ വിലയോടുകൂടി കാണുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേരുവാൻ കഴിയാത്തതിലുള്ള വിഷമം ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നു. ഡോക്ടർ ഗദ്ദാഫി എന്നെ പലതവണ ഈ കാര്യത്തിന് വേണ്ടി വിളിച്ചിരുന്നു. എല്ലാവരോടുമുള്ള സ്നേഹാദരങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ജഗദീശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ നമുക്ക് ഒരുപോലെ എല്ലാവരിലും ഒരുപോലെ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരവസരത്തിൽ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ വന്ന് കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും ഒക്കെയുള്ള അവസരം ദൈവം എനിക്കുണ്ടാക്കി തരുമെന്നുള്ള ഉറപ്പോടു കൂടിയിട്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഒരു പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി വേഗതയുടെ അനുഗ്രഹിത ഗായകൻ ശ്രീകുമാരിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാമിജിയുടെ ഭാഷണം ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കേൾക്കാൻ മാത്രം കഴിയുമായിരുന്നു. അദ്ദേഹം ആ കാലാവസ്ഥയുടെ ആ പ്രതികൂല സാഹചര്യത്തിൽ റെക്കോർഡ് ചെയ്ത് അയച്ചതാണ്. അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായതിൽ ഈ സംഘാടകർ കൃതാർത്ഥരാണ് എന്ന് കൂടി ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും അഖിൽ സാറെ ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം തന്നെ സ്വാമിജിയുടെ ഈ ഒരു സാഹചര്യം ഇവിടെ വിശദീകരിച്ചതിൽ സന്തോഷമുണ്ട്. ഇനി ശ്രീകുമാർ, നമ്മുടെ സുഹൃത്താണ് ശ്രീകുമാർ സാർ, അദ്ദേഹം ഗാനം ആലപിക്കും.
പൊരുളേ നീ കാത്തരുളിയിടണമേ. മുന്നിൽ നടും ഇരുണ്ട ശൂന്യാകാശം മാത്രം നയിക്കു നീ. സമയങ്ങളിൽ ഞങ്ങൾ മറുകര തേടുന്നു. സകലതിലും പൊരുളേ നീ കാത്തരുളിയിടണമേ. പതിവായി പലരും അനേകം പാപഫലങ്ങൾ കൊയ്യുമ്പോൾ, പതിവായി പലരും അനേകം പാപഫലങ്ങൾ കൊയ്തെറിയുമ്പോൾ, അറിയാതറിയങ്ങനേതോ പിഴകൾ ചെയ്തു പോ ക്ഷമയേകണേ. സമയങ്ങളിൽ ഞങ്ങൾ മറുകര തേടുന്നു. സകലതിലും പൊരുളേ നീ കാത്തരുളിയിടണമേ. ഇടഞ്ഞും തലകളറിഞ്ഞും നീചരിതിലെ തേർത്തെളിക്കുമ്പോൾ, ഇടഞ്ഞും തലകളറിഞ്ഞും നീചരിതിലെ തേർത്തെളിക്കുമ്പോൾ, ഒരു ചാൺവയറിനു പോലും ഗതിയില്ലെങ്കിലും കുറ്റവാളികൾ കുറ്റവാളികൾ സമയങ്ങളിൽ ഞങ്ങൾ മറുകര തേടുന്നു. സകലതിലും പൊരുളേ നീ കാത്തരുളിയിടണമേ. മുന്നിൽ നടന്നും ഇരുണ്ട ശൂന്യാകാശം മാത്രം നയിക്കു നീ. സമയങ്ങളിൽ ഞങ്ങൾ മറുകര തേടുന്നു. സകലതിലും പൊരുളേ നീ കാത്തരുളിയിടണമേ. താങ്ക് യു. ഈ പ്രോഗ്രാമിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ മുഹമ്മദ് അലി മാസ്റ്റർ നമ്മെ അഭിമുഖീകരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു ജാതി മാനവികത ദീർഘമായി സംസാരിച്ചത് മാനവിക ഏറെ കുറെ ഭാഗത്ത് വന്നു. പക്ഷേ നേരെ പുരോഗം തീരാത്ത വിഷയമാണ് ഇവിടെ നമ്മൾ നാടൻ ഭാഷ ആലോചിക്കുന്നത്. ചെറിയൊരാഗ്രഹം ഒരു കുട്ടി പെറ്റിപ്പോയി, ഹിന്ദു കുട്ടിയാവട്ടെ മുസ്ലിം കുട്ടിയാവട്ടെ ഏതെങ്കിലും ആ കുട്ടി ആദ്യം പെട്ടി വായു ഹിന്ദു വായു, മുസ്ലിം വായു, ക്രിസ്ത്യൻ വായു, ഈശ്വരന് വായു ഒന്നുമില്ല. ഒരേ വായു, ഒറ്റ വായു, പ്രാണവായു, ഒരേ വായു ആലോചിക്കണം. അതുപോലെ ഉദാഹരണം ഇനി പിന്നെ വേണ്ട വെള്ളമാണ്. വെള്ളം എല്ലാവർക്കും വെള്ളമുണ്ട്. ഹിന്ദുക്കൾക്ക് വേറെ വെള്ളം, മുസ്ലിംക്ക് വേറെ വെള്ളം, ക്രിസ്ത്യന് വേറെ വെള്ളം, ഇങ്ങനെ വേറെ വെള്ളമൊന്നുമില്ല. വായു വെളിച്ചു അങ്ങനെ, സൂര്യനും അങ്ങനെ, ചന്ദ്രനും അങ്ങനെ, ഭൂമി അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. ദൈവം സൃഷ്ടിച്ച മുഴുവൻ സാധനങ്ങളും മനുഷ്യർക്ക് പോലെ ചിന്താഗതികൾ അത് മാറ്റം കണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിലും ആദ്യമ പിതാവ് ആദ്യ മനുഷ്യനാണ്. ആദ്യ മനുഷ്യൻ നമ്മളെ വലിയ എല്ലാവരും വലിയ എല്ലാ മനുഷ്യരും വലിയ
ഇതൊക്കെ മനസ്സിലാക്കും മാനസിക സ്ഥാനമുണ്ട്, വേറെ വിഷയമില്ല. അവിടെ നിർഭാഗ്യവശാൽ സ്ഥാപിത താല്പര്യക്കാരെ ചില വ്യക്തികൾ അവിടെ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി, ലാഭം കൊയ്യുന്നതിന് വേണ്ടി, അധികാര നിരക്കിന് വേണ്ടി നമ്മൾ തമ്മിൽ തല്ലിക്കുകയാണ്, ഭിന്നിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഒരു വായു, ഒരു വെള്ളം, ഒരു വെളിച്ചം, ഒരു തീവണ്ടി നമുക്ക് ആലോചിച്ചു. അങ്ങനെയുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ നമ്മുടെ അടുക്കള തൻ്റെ അയൽവാസി പത്രി എന്നാൽ വയറ് നിറച്ച ആഹാരം കഴിച്ചാൽ എന്നിൽ പെട്ടിട്ടുണ്ടെന്ന് പ്രകാശിച്ചാൽ ഈ അയൽവാസി ആരാധന ഒരു ഭാഗം 40 വീട് പറഞ്ഞാൽ 40 വീട്, കിഴക്കോട് 40 വീട്, വടക്കോട് 40 വീട് അയൽവാസി. എൻ്റെ വീട്ടിൽ 40 വീട് 4 ഭാഗത്ത് ആരെങ്കിലും പറ്റി കിട്ടാൻ ഞാൻ ദൈവത്തെ പ്രവാചകൻ കൊടുത്തല്ല. ഇതൊക്കെ അവർ ജാതി പറഞ്ഞില്ല, മതം പറഞ്ഞില്ല, വർഗം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇപ്പം നമ്മൾ ജാതികളായിട്ട്, വർഗങ്ങളായിട്ട്, വർഗങ്ങളായിട്ട്, ഭാഷക്കായിട്ട് തമ്മിലിരിക്കുക. ഇത് മാറ്റി വന്നിട്ടുണ്ട്. ഒരൊറ്റ മനസ്സിൽ ഈ നാട് പൂന്തോട്ടം. ഇപ്പം നമ്മൾ പൂന്തോട്ടം ഒരു പൂ മാത്രമേ ഭംഗിയില്ല. എല്ലാ പൂവും പല കളത്തില്, പല മണത്തില്, പല നിറത്തില്, പല നിപ്പത്തിലുള്ള പൂ നിറയുമ്പോൾ പൂന്തോട്ടായി. ഒരു പൂ മാത്രമേ നടന്നില്ല. പ്രത്യേകിച്ച് ചുറ്റുണ്ടാവില്ല. വ്യത്യസ്ത പുഷ്പങ്ങൾ, വ്യത്യസ്ത മണമുള്ള കാണാൻ രസമാണ്. പ്രകൃതി നമ്മൾ പഠിക്കുന്നത് നന്നായി ഒറ്റക്കെട്ടായിട്ട് അതിന് വിരുദ്ധമായി നാം തലച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിൽ വലിയ വ്യത്യാസം ഞാൻ കുഴപ്പമില്ല പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ രാജ്യം മുഴുവനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം പ്രത്യേകത, ഇന്ന് നവംബർ 14 തീയതി. ഈ നവംബർ 14 വരാൻ പടി ജവഹർലാൽ നെഹ്റു കുട്ടികളെ ഇടാൻ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു വെച്ച കാഴ്ചപ്പാടായി ഇന്ത്യ ഒന്ന്, ഇന്ത്യക്കാർ ഒന്ന്, ഭാഷയും ഇന്ത്യ ഒന്ന്, ഇന്ത്യക്കാർ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഒരാൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. അടുത്തതായി ആശംസ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി വേങ്ങര ഏരിയ വൈസ് പ്രസിഡന്റ് ഇ.വി. സലാം സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ മുഹമ്മദ് അലി മാസ്റ്റർ, ഈ യോഗ അധ്യക്ഷൻ സുലൈമാൻ മാസ്റ്റർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ മനസ്സ് തുറക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. അപ്രതീക്ഷിതവും അനിവാര്യവുമായ കാരണങ്ങളാൽ സ്വാമിജി എത്തിപ്പെട്ടില്ല എന്നത് ഈ സംഗമത്തിന് ഒരു കുറവായി അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ അദ്ദേഹം അതിലിടപെട്ടു എന്നത് ഏറെ സന്തോഷകരവുമാണ്. ഏതായിരുന്നാലും ദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ലാത്ത സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു പണക്കാരൻ്റെ കയ്യിൽ നിന്ന് പണം ചോർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചോർച്ചയെക്കുറിച്ച് അയാൾ ബോധവാനല്ലെങ്കിൽ അധികം വൈകാതെ അയാൾ പാപ്പരായി മാറും. ഒരു വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ അത് പെടാൻ വൈകിയാൽ ഏറെ വൈകാതെ ആ ടാങ്ക് കാലിയായി തീരും. എന്ന പോലെ മനുഷ്യരായ നമ്മളിൽ നിന്ന് മാനവികത ചോർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏറെ വൈകാതെ നാം മൃഗീയതയുള്ളവരായി, മൃഗങ്ങളായി മാറും എന്ന കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, അന്വേഷണങ്ങൾ ധാരാളമായി നടക്കേണ്ടതുണ്ട്. പക്ഷേ ആ അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചോർച്ച സംഭവിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നടന്ന ചർച്ചകളിലൂടെ, പ്രത്യേകിച്ച് GK-യുടെ അവതരണത്തിലൂടെ അങ്ങനെ ഒരു
തിരിച്ചറിവ് ഉണ്ടാകാൻ വഴിയൊരുക്കിയിട്ടുണ്ട് എന്നാണ്. നമ്മെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം, എവിടെ മാനവികത ദുർബലമാകുന്നുവോ, എവിടെ മനുഷ്യത്വം കുറഞ്ഞു പോകുന്നുവോ, അവിടെ വിഭാഗീയത അടിച്ച് കൊഴുത്ത് രംഗം കൈയടക്കണം. ആ വിഭാഗീയതകളാണ് മനുഷ്യൻ അനുഭവിക്കുന്ന സകല സുഖ സ്വസ്ഥതകളും അടിച്ചു കളയാൻ വഴിയൊരുക്കുന്ന ദുരന്തം. നമ്മുടെ നാട്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈ പാഠം നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സുഖ സൗകര്യങ്ങൾ ഏറെക്കുറെ സമ്പൂർണമായി എന്ന് പറയാവുന്ന അളവിൽ തന്നെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിലും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതും പൂർത്തീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഉപകരണങ്ങളും സജ്ജീകരണങ്ങളും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും മനസ്സിന് സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യത്വം നമുക്കിടയിൽ ശക്തിപ്പെട്ടു നിൽക്കണം. എതിരഭിപ്രായങ്ങളും ഭിന്നവീക്ഷണങ്ങളും ശത്രുക്കളാക്കി മാറ്റി ഏത് സമയത്തും ആയുധങ്ങളെയും അപകടങ്ങളെയും ഭയപ്പെടുന്ന അവസ്ഥ ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മെ മനുഷ്യരാക്കി മാറ്റാൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വേദങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ ആധികാരിക പ്രമാണങ്ങളുടെയും ഒക്കെ പാഠങ്ങൾ പഠിച്ചെടുത്ത് നാം മുന്നോട്ട് വരേണ്ടത്. അപ്പോൾ മാത്രമാണ് സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം മനുഷ്യരെന്ന നിലയിൽ ഭൂമിയിൽ നമുക്ക് സാധ്യമാവുകയും അതിനുള്ള ഒരു തുടക്കമായി ഇത്തരം ചർച്ചകൾ ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ രംഗത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് GK എടനാട്ടുകര എത്തിപ്പെടാനും കഴിയാത്ത സാഹചര്യത്തിലും സാധ്യമാകുന്ന മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മോട് സംവദിച്ച സ്വാമി, അതിൻ്റെയും കുറവ് നികത്താൻ വേണ്ടി അദ്ദേഹം അയച്ച പ്രതിനിധി ശ്രീ അഖിൽ, അതുപോലെ തന്നെ നമ്മെ അഭിമുഖീകരിച്ച് സംസാരിച്ച മുഹമ്മദ് അലി മാസ്റ്റർ, എല്ലാവർക്കും ഈ യോഗം നിയന്ത്രിച്ച സുലൈമാൻ മാസ്റ്റർക്കും, അതിലുപരി ഈ പരിപാടി വിജയിപ്പിച്ചത് സദസ്യരാണ്. ഇത് തുടക്കം മുതൽ ഇതുവരെ സശ്രദ്ധ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും സംഘാടക സമിതിക്ക് വേണ്ടി ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം കഴിക്കാൻ കൈപ്പറ്റിയിട്ടില്ലാത്തവർ കഴിക്കണം നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ സൗകര്യം പോലെ അകമൊക്കെ വീട്ടുവാകാം. അത് സ്വായത്തമാക്കിയിട്ടേ പോകാവൂ എന്ന് കൂടി അറിയിക്കും. ഈ പ്രോഗ്രാമില് സംശയ നിവാരണത്തിനും അന്വേഷണങ്ങൾക്കും ഒരു ഇടം കണ്ടെത്തിയിരുന്നു, നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷെ സ്വാമിയുടെ അഭാവത്തിൽ അങ്ങനെ ഒരു പ്രോഗ്രാം വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. പരിപാടി അവസാനിച്ചിരിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം മാത്രം